ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നതുവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितंश्च. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने. नमाचार्यपादाय निताय कृपप्रदायिने गौरकथादामधाय नगरग्रामतारिणे. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्तसरस्वती नामिने. श्रीवार्षमानभी देवी दयिताय कृपाब्धिये कृष्णसम्बन्धविज्ञानदायिनी प्रभवे नमः. माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानुभक्तिदा श्रीगौरकरुणाशक्तिविग्रहाय नमोस्तुते. नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपानुगविरतवसिद्धान्तद्वन्द्वहारिणे. नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजाय ते नमः. नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवराय ते गौराविर्भावभूमिस्तं निर्देष्टसज्जनप्रिय वैष्णवस्सर्वभौम श्रीजगन्नाथाय ते नमः. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्ता नमोस्तुते. जयतां सुरदो पङ्गोर्मम मन्दमतेर्गतिमत्सर्वस्य पादाम्बुजौ राधामदनमोहनो. दिव्यवृन्दारण्यकल्पद्रुमदा श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठारभे सेव्यमानो स्मरामि. श्रीमन्दासरसारम्भी वंशीवटतटस्थिता कर्षन्वेणुस्वनैर्गोपैर्गोपीनाथश्रीयस्तुना. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तानंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मूगं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्येश्वरं. हरि ओं तत्सत्. हरे कृष्ण. ശ്രീമദ് ഭാഗവത്തിലെ മൂന്നാമത്തെ സ്കന്ധമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിലേക്ക്. ഇതിൽ നമ്മളിതുവരെ പഠിച്ചത് യദുക്കളെല്ലാം ഈ ലോകത്തിൽ നിന്ന് പോവുകയാണ്. ഭഗവാൻ തന്നെ അതിനു വേണ്ടിയുള്ള ഒരു സന്ദർഭം ഒരുക്കുകയാണ്. കാരണം യദുക്കളെ ഈ ലോകത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകാൻ വേറൊരു വഴിയുമില്ല. അവരെപ്പോലെ ശക്തനായിട്ട് ഈ ലോകത്തിൽ വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്നെ ഒരു ബ്രാഹ്മണ ശാപത്തിലൂടെ യദുക്കളെ ഈ ലോകത്തിൽ നിന്നും കൊണ്ടുപോവുകയാണ്.
അതെല്ലാം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം ഭഗവാൻ അവിടെ നിന്നും വിജനമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പേ ഉദ്ധവരോട് പറയുന്നു, ഉദ്ധവരെ, നീ ഇനി ബദ്രി ആശ്രമത്തിലേക്ക് പൊയ്ക്കോളൂ, ഇനി മുതൽ അവിടെ നിന്നാൽ മതിയെന്ന്. പക്ഷേ ഇത്രയും കാലവും ഭഗവാന്റെ കൂട്ടത്തിൽ നിന്നിട്ട് ഭഗവാനിൽ നിന്നുള്ള വിരഹം സഹിക്കാൻ പറ്റാതെ ഉദ്ധവർ ഭഗവാന്റെ പുറകെ പോവുകയാണ്. അങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഭഗവാൻ ഇടത്തെ തുടയുടെ മേലിൽ വെച്ചുകൊണ്ട് കൈകളും ചതുർഭുജ രൂപത്തിൽ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഉദ്ധവർ കാണുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ ഭഗവാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഉദ്ധവർക്ക് ഒരുപാട് വിഷമം തോന്നി. പക്ഷെ ഭഗവാന്റെ മുഖത്ത് ഒരു വിഷമാവസ്ഥയില്ല. ഭഗവാൻ സന്തുഷ്ടനായിട്ട് പ്രസന്നാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. ഇതിനടുത്ത് ഇന്ന് ഉദ്ധവർ ചെന്ന ഉടൻ തന്നെ അതേ സമയത്ത് തന്നെ മൈത്രേയ ഋഷി വ്യാസമഹർഷിയുടെ സുഹൃത്തായ മൈത്രേയ ഋഷി അവിടെ എത്തുകയാണ്. അന്നേരം രണ്ടുപേരോടും അടുത്തിരിക്കാൻ ഭഗവാൻ പറയുകയും ഭഗവാൻ ഉദ്ധവരോടും മൈത്രേയ ഋഷിയോടും പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഭാഗവത്തിൽ കേൾക്കാൻ പോകുന്നത്. എന്താണ് ഭഗവാൻ പറഞ്ഞത് നമുക്ക് നോക്കാം. ഭഗവാൻ ആദ്യം ഉദ്ധവരോടാണ് പറയുന്നത്, ഉദ്ധവരെ, നീ സാധാരണ ജന്മമല്ല, നീ ദേവലോകത്ത് വസുക്കളിൽ ഒരാളായിരുന്നു. എൻ്റെ ഒരു സാമീപ്യം നീ ഒരുപാട് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു ജന്മം ലഭിച്ചത്. ഇനി നിൻ്റെ അവസാനത്തെ ജന്മമാണ്, ഇനി ഈ ലോകത്തിൽ ജനിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറയുന്നു, സൃഷ്ടിയുടെ തുടക്കത്തിൽ ഞാൻ ബ്രഹ്മദേവന് ഭാഗവതം പറഞ്ഞു കൊടുത്തിരുന്നു, അതേ ഭാഗവതം ഞാൻ ഇപ്പോൾ നിനക്ക് പറഞ്ഞു നൽകാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇനി 14ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്കെടുക്കാം. ഇതീയാദൃത ഉക്തപരമസ്യ പുംസാം പ്രതിക്ഷണാനുഗ്രഹഭാജനോഹം സ്നേഹോത്തരോമാ സ്ഖലിതാക്ഷരസ്ഥം മുഞ്ചൻശുച പ്രാഞ്ജലൈരാഭാസെ. ഉദ്ധവർ പറഞ്ഞു, വിതുരരെ, ഇത് അന്ന് ഭഗവാനും ഉദ്ധവരുമായിട്ടുള്ള ചർച്ച. ഭഗവാൻ മൈത്രേയ ഋഷിയോട് പറഞ്ഞതും ഉദ്ധവരോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഉദ്ധവർ വിതുരരോട് പറയുന്നു. വിതുരരെങ്ങനെ അവിടെ വന്നു? യുദ്ധം നിശ്ചയിക്കപ്പെട്ടപ്പോൾ വിതുരർക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് വിതുരർ പല പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിക്കുകയാണ്. പ്രത്യേകിച്ച് ഭഗവാൻ ശാന്തിദൂതനായിട്ട് സഭയിൽ വന്നപ്പോൾ ഭഗവാനെ അപമാനിക്കാൻ ശ്രമിച്ചു, ഭഗവാനെ ബന്ദിയാക്കാൻ ശ്രമിച്ചു. അതോടുകൂടി വിതുരർക്ക് കൂടുതൽ വിഷമമായി. ഇത്രയും അനീതിയും അധർമ്മവും കൗരവർ ചെയ്തു, അതുകൂടാതെ ഇപ്പം ഭഗവാനെയും കൂടെ അപമാനിച്ചു. ഭഗവാൻ പറഞ്ഞത് കേട്ടില്ല. എന്നിട്ട് ധൃതരാഷ്ട്രർ ചോദിച്ചു വിതുരരോട്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അന്നേരം പറഞ്ഞു, ദുര്യോധൻ പറയുന്നത് കേൾക്കരുത്. ദുര്യോധൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുരുവംശം മുഴുവൻ നശിക്കാൻ പോവുകയാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ധൃതരാഷ്ട്രർക്ക് ആ പുത്രസ്നേഹത്താൽ വേറൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല. അന്നേരം അതേ സമയത്ത് തന്നെ വിതുരരിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധന ദേഷ്യമായി. അങ്ങനെ ദുര്യോധൻ വിതുരരെ അപമാനിക്കുകയാണ്. അന്നേരം വിതുരർക്ക് ആ ഒരു അപമാന വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് വിഷമമായി. അങ്ങനെ വിതുരർ വിചാരിച്ചു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഇവരെല്ലാം വിനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ സമയം കൊണ്ട് എൻ്റെ സമയം സദുപയോഗം ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം പല പല സ്ഥലങ്ങളും സന്ദർശിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ച ഒടുവിൽ അദ്ദേഹം യമുനാ തീരത്ത് ഉദ്ധവരെ കാണുകയാണ്. അങ്ങനെയാണ് ഉദ്ധവരോട് ഭഗവാനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴാണ് ഉദ്ധവർ ഓരോരോ കാര്യങ്ങൾ പറയുന്നു. അതിനു മുമ്പേ തന്നെ വിതുരർ അറിഞ്ഞു യുദ്ധം കഴിഞ്ഞു, പാണ്ഡവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്ന്. പക്ഷെ ഭഗവാൻ ഇപ്പോഴും ഈ ലോകത്തിലുണ്ട് എന്ന് തന്നെയായിരുന്നു വിതുരരും കരുതിയിരുന്നത്. എന്നിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി വിതുരർ ഉദ്ധവരോട് ചോദിക്കുകയാണ്. അങ്ങനെ ഉദ്ധവരോട് ചോദിക്കുന്ന സമയത്താണ് ഉദ്ധവർ വളരെ വിശദമായിട്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്, എന്താണ് സംഭവിച്ചതെന്നും. ഭഗവാൻ ആദ്യം ചോദിച്ചപ്പോൾ ഭഗവാന്റെ ആ വിരഹത്താൽ കുറേ നേരം ഉദ്ധവർക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ക്രമേണ ഉദ്ധവർ പറയുകയാണ്, ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ഈ ലോകത്തിൽ നിന്നും പോയി. അതിൻ്റെ അർത്ഥം സാധാരണ ഒരു വ്യക്തി മരിക്കുന്ന പോലെയല്ല ഭഗവാൻ പോകുന്നത്. ഭഗവാൻ ജനനവുമില്ല, മരണവുമില്ല. ഭഗവാൻ അദൃശ്യനായി നമ്മുടെ കൺമുന്നിൽ നിന്ന് അത് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ
ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഭഗവാൻ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളാണ് ഇവിടെ ഉദ്ധവർ പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു, വിതുരരെ, അവിടെ സംസാരിക്കുന്ന ഓരോ നിമിഷവും, മൈത്ര ഋഷിയായിട്ട് സംസാരിക്കുന്ന ഓരോ നിമിഷവും ഭഗവാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നു. ഓരോ നിമിഷവും അദ്ദേഹം വളരെ കാരുണ്യത്തോടു കൂടി എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എനിക്ക് ഭക്തിഭാവത്താൽ രോമാഞ്ചമുണ്ടായി. അവസാനം കണ്ണീരോടുകൂടി ഞാൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, കാനു ഈശാത്തെ പാദസരോജഭാജം സുദുർലഭോ അർത്തേഷു ചതുർഷപീഹ തഥാപി നാഹം പ്രവണോമി ഭൂമൻ ഭവത്പാദാംബോജ നിഷേവനോത്സുഖ. പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ തൃപ്പാദ സേവ ചെയ്യുന്ന ഭക്തർക്ക് ഈ ലോകത്തിൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങയുടെ പാദസേവ മാത്രം മതി. ഈ സേവനത്തിലൂടെ ഞാൻ തിരിച്ച് അതിന് പകരമായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങയുടെ സേവനം മാത്രം മതിയെന്ന്. കർമാണി അനിഹസ്യ ഭവോ അപവസ്യത്തെ ദുർഗാശ്രയ അധാരി ഭയാത് പാലായനം കാലാത്മനോ യത് പ്രമദാ യുതാശ്രമ സ്വാത്മൻ രതേ കിദ്യതി ദീർവിധം ഇഹ. എൻ്റെ ഭഗവാനെ, വലിയ ബുദ്ധിമാനായിട്ടുള്ള ഋഷിമാർ പോലും അങ്ങയുടെ ലീലകൾ കണ്ടിട്ട് സംഭ്രമത്തിലാകാറുണ്ട്. അങ്ങ് എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനാണ്. പക്ഷെ എന്നിട്ടും കർത്തവ്യം എന്നുള്ള രീതിയിൽ അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അങ്ങേക്കായിട്ട് ഈ ലോകത്തിൽ ഒരു കർത്തവ്യത്തിൻ്റെ നിബന്ധനകളും ഇല്ല. പക്ഷെ എന്നിട്ടും അങ്ങ് എല്ലാ കാര്യങ്ങളും എന്തോ സാധാരണ വ്യക്തികൾ ഈ ലോകത്തിൽ കർത്തവ്യം ചെയ്യുന്നത് പോലെ അങ്ങ് എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ഋഷിമാർ പോലും സംഭ്രമത്തിലാകുന്നു. അങ്ങ് ജന്മരഹിതനാണ്, പക്ഷെ എന്നിട്ടും ജനിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്താവായിട്ടുള്ള സാക്ഷാൽ കാലശക്തി. എന്നിട്ടും അങ്ങ് ഭയത്താൽ ഓടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു ലീല നടന്നു നമുക്കറിയാം. അതായത് ജരാസന്ധൻ 28 അക്ഷൗണി പടയായിട്ട് ഒരു 17 പ്രാവശ്യം മധുരയെ ആക്രമിച്ചു. 18ാമത്തെ പ്രാവശ്യം കാലയവനൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊണ്ടാണ് വന്നത്. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഒന്നാമത് അവന് വരം കിട്ടിയിട്ടുണ്ട്, അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് അവനെ കൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി, അവൻ കത്തിക്കരിഞ്ഞു പോകും. പക്ഷേ എന്നിട്ടും ഭഗവാൻ മുചുകുന്ദൻ എന്ന് പറയുന്ന ഭഗവാന്റെ ആ ഭക്തന് ആ ഒരു അവസരം കൊടുക്കാം, അതിലൂടെ മുചുകുന്ദൻ്റെ ഭക്തി എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് ഓടുകയാണ്. എന്നിട്ട് കാലയവനും പുറകെ ഓടുകയാണ്. അങ്ങനെ രാജസ്ഥാനിലൊരു പ്രതിഷ്ഠയുണ്ട്, റാൺചോർ എന്ന് പറഞ്ഞാൽ രണം എന്ന് പറഞ്ഞാൽ യുദ്ധകളം, ചോർ എന്ന് പറഞ്ഞാൽ രണത്തിൽ നിന്ന് ഓടിയവൻ. ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ അല്ലേ? നമ്മൾ പൊതുവെ പറയുന്നത്, ജോലി ചെയ്യാൻ മടിയുള്ളവരെ മടിയൻ ജോലിക്കള്ളൻ എന്ന് വേണം, അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാം ചോറെന്ന് ഇംഗ്ലീഷിൽ പറയും, ഹിന്ദിയിൽ പറയും. കാം ചോറെന്ന് ഹിന്ദിയിൽ പറയും. കാമെന്ന് പറഞ്ഞാൽ ജോലി, ചോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന വ്യക്തി, അതാണ് കാം ചോർ. അതേപോലെ റാൺചോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ മടിയുള്ളവൻ, യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിയവൻ എന്ന് പറയാറുണ്ട്. മാക്കൻ ചോർ അങ്ങനെ. അന്നേരം അതേപോലെ രാജസ്ഥാനിൽ റാൺചോർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അന്നേരം അവിടെ ഈ മുചുകുന്ദനുമായിട്ട് ബന്ധപ്പെട്ട ലീല നടന്നിട്ടുണ്ടാകാം. അതിൻ്റെ പേരിൽ അവിടെ റാൺചോർ റായ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, ദ്വാരകയിൽ തന്നെ. ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിലാണ് ആ ഒരു ഗുജറാത്ത് രാജസ്ഥാൻ ആ ബോർഡറിൻ്റെ അവിടെ ആയിട്ട് വരും. അന്നേരം ഇവിടെ പറയുന്നു, അങ്ങ് സാക്ഷാൽ കാലനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്ന കാലശക്തി അവിടെ നിന്നാണ്. പക്ഷെ എന്നിട്ടും അങ്ങ് യുദ്ധക്കളത്തിൽ നിന്നും ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങ്
അങ്ങേക്ക് ആനന്ദത്തിനായിട്ട് വേറെ ആരും വേണ്ട. അങ്ങ് ആത്മാരാമനാണ്. അങ്ങ് എപ്പോഴും ആത്മീയ സുഖത്തിൽ തന്നെ. അങ്ങേക്ക് വേറൊരു വ്യക്തിയുടെയും ആവശ്യമില്ല ആനന്ദത്തിന് വേണ്ടി. പക്ഷെ എന്നിരുന്നാലും അങ്ങ് എപ്പോഴും ഇത്രയും ഭാര്യമാരോടൊത്ത് ജീവിക്കുമ്പോൾ ആരായാലും അങ്ങയെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു പോകും. ഇതൊക്കെ എല്ലാവരെയും സംഭ്രമത്തിലാക്കുന്നു, വലിയ വലിയ ബുദ്ധിമാനായിട്ടുള്ള ഋഷിമാരെ പോലും. മന്ത്രേഷു മാം വാ ഉപഹൂയ യത്വം അഖുണ്ഠിത അഖണ്ഡ സദാത്മബോധ പൃച്ഛേ പ്രഭോ മുഗ്ധ ഇവ പ്രമത്തസ്തന്നോ മനോ മോഹയാതീവ ദേവ. അങ്ങേക്ക് ഭൂതകാലമെന്നോ വർത്തമാനമെന്നോ ഭവിഷ്യമൊന്നും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭൂതകാലമുണ്ട്, സമയം കഴിഞ്ഞു പോയി, ഇപ്പോഴത്തെ സമയം, മുന്നോട്ടുള്ള സമയം. ഭഗവാൻ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. ഭഗവാൻ എന്നും നിലനിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് നമുക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും ഉണ്ട്. പക്ഷെ സൂര്യന് സൂര്യോദയം സൂര്യാസ്തമയം ഇല്ല. സൂര്യദേവൻ്റെ ഗതി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്, അല്ലേ? നമ്മൾ ഓരോ രാജ്യത്തിലും താമസിക്കുന്ന വ്യക്തികൾക്ക് അവരവർ ഏത് ഭാഗത്താണോ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഏത് ഭാഗത്താണോ, ഭൂമണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്താണോ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, അതിനനുസരിച്ച്, അത് ഭൂമണ്ഡലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഭൂമിവാസികളെ മാത്രമല്ല, നമ്മുടെ ഭാരതഖണ്ഡത്തിനപ്പുറത്തുള്ള സപ്തസമുദ്രങ്ങളും സപ്തദ്വീപുകളും അടങ്ങിയ ആ ഭൂമണ്ഡലത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആ ഭൂമണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്താണോ സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും, അതിനനുസരിച്ച് വർഷത്തിൻ്റെ കണക്കും മാറിക്കൊണ്ടേയിരിക്കും. പല പല യുഗങ്ങളിലൂടെ നമ്മൾ പോകുന്നു. അന്നേരം അതേപോലെ സമയത്തിൻ്റെ ആ ഒരു പരിമിതികൾ നമുക്ക് മാത്രമേ ഉള്ളൂ, ഭഗവാൻ ഇല്ല. അന്നേരം ഇവിടെ പറയുന്നു, അതുകൊണ്ട് അങ്ങേക്ക് എന്താണ് ഉചിതം എന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ? അങ്ങേക്കെല്ലാം അറിയാം. കസേര എടുക്കാം കേട്ടോ, കസേര എടുക്കാം. അന്നേരം അങ്ങേക്ക് ഉചിതമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടെ? ഇപ്പം നമ്മളൊരു ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇതിനു മുമ്പേ നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയായിട്ടുള്ള നമ്മളെപ്പോഴും ഒരു തീരുമാനമെടുക്കുന്നത് ആരിൽ നിന്നായിരിക്കും? നല്ല അനുഭവ സമ്പന്നതയുള്ള വ്യക്തിയിൽ നിന്നായിരിക്കും, നല്ല അനുഭവം ഉള്ള വ്യക്തികളിൽ നിന്നും. അന്നേരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അന്നേരം എന്തായിരിക്കും അനുഭവം? ഇതിന് മുമ്പേ നമ്മൾ എടുത്ത തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ കാരണം നമ്മൾക്കുണ്ടായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും അവർ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങൾ. ഇതായിരിക്കും പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി മുന്നോട്ടുള്ളത്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കണം, എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ ഭവിഷ്യം എങ്ങനെയായിരിക്കണം, നല്ല ഉജ്ജ്വല ഭവിഷ്യമായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒന്നുകിൽ കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ. അതിനെയാണ് നല്ലൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്, അല്ലേ? നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ പറയുന്നു, സാധാരണ ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക്, ഇങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ, ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാധാരണ ഒരു മനുഷ്യർക്ക് ഭൂതം, ഭാവം, ഭവിഷ്യം, വർത്തമാനകാലം എന്നുണ്ട്. പക്ഷെ അങ്ങേക്ക് അങ്ങനെ ഇല്ല, കാലാതീതനാണ് അങ്ങ്. അതുകൊണ്ട് ത്രികാലങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേക്കറിയാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ തീരുമാനമെടുക്കാൻ എല്ലാം കൊണ്ടും യോഗ്യൻ അങ്ങ് തന്നെയാണ്. എന്തിനാണ് ഇത് പറയുന്നത്? ഇത്രയും അങ്ങ് കാലചക്രത്തിൻ്റെയും അതീതനായിട്ടും, കാലചക്രം എന്ന് പറയുന്നത് അങ്ങ് തന്നെയായിട്ടും, അങ്ങ് കാലചക്രത്തെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. കാലാതീതനായിട്ടുള്ള അങ്ങയുടെ കീഴിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ. കാലശക്തിയിലൂടെ അങ്ങ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകളെയും എല്ലാ വ്യക്തികളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അങ്ങ് ഓരോ തീരുമാനം എടുക്കുന്നതും എന്നോട് ചോദിച്ചിട്ടാണ്. ആരോട്? ഉദ്ധവരോട് ചോദിച്ചിട്ട്. എന്നിട്ട് ഇതും എന്നെ എപ്പോഴും സംഭ്രമത്തിലാക്കാറുണ്ട് എന്ന് പറയുന്നു. മോഹ്യതി, എന്നെ മോഹിപ്പിക്കുന്നു. കാരണം എന്തുകൊണ്ട് അങ്ങ് എന്നോട് ചോദിക്കുന്നു?
അങ്ങേക്ക് അറിഞ്ഞൂടെ ഈ പ്രപഞ്ചത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന്? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരിപാലനം അങ്ങയുടെ കയ്യിലാണ്. പിന്നെ അത് എന്നോട് എന്തിനാണ് ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യവും ചിന്തിക്കാറുണ്ട് എന്ന് ഉദ്ധവർ പറയുന്നു. ജ്ഞാനം പരം സ്വാത്മരഃ പ്രകാശം പ്രവാച കസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തർ വദഞ്ചസായത് വൃജനം തരേമ. അന്നേരം ഇവിടെ ഭഗവാനോട് ചോദിക്കുകയാണ് ഉദ്ധവർ, അങ്ങ് ഇതെല്ലാം എനിക്കൊന്ന് വിശദീകരിച്ച് തരണം. എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങേക്ക് എല്ലാം അറിയാം എന്നിട്ടും അങ്ങ് എന്നോട് ചോദിക്കുന്നു. അങ്ങേ കീഴ്പ്പെടുത്താനായിട്ട് ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. പക്ഷെ എന്നിട്ടും അങ്ങ് ഭയത്താൽ ഓടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ എല്ലാവർക്കും തോന്നിപ്പോന്നു. അങ്ങ് ആത്മീയ ആനന്ദത്തിൽ സ്വയം പര്യാപ്തനാണ്. മറ്റൊരു വ്യക്തിയുടെയും ആവശ്യമില്ല അങ്ങേക്ക് ആനന്ദത്തിന് വേണ്ടി, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തേടുന്ന സുഖം അത് മറ്റു വസ്തുവകകളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്, ഭഗവാന്റെ ശക്തികളാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വയം പര്യാപ്തരാണ്. അദ്ദേഹത്തിന് സുഖത്തിന് വേണ്ടി മറ്റൊരു വ്യക്തിയോ മറ്റൊരു വസ്തുവിനെയോ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സുഖത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും മറ്റൊരു വസ്തുവിനെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുകയാണ്. മറ്റൊരു വസ്തു എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു? കാരണം ഈ ശരീരം നമ്മളല്ല. ഈ ശരീരത്തെ നമ്മൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുകയാണ്. അന്നേരം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ഈ ശരീരത്തിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നിട്ട് ഈ ശരീരം നമ്മളല്ല. ഈ ശരീരത്തിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങൾ, കാഴ്ചകളാണെങ്കിലും കേൾവിയാണെങ്കിലും സ്പർശനമാണെങ്കിലും രുചിയാണെങ്കിലും ഇതെല്ലാം നമ്മുടേതല്ല. നമ്മൾ ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ്. അന്നേരം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും ഈ ശരീരത്തിലൂടെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അന്നേരം പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാനും ഭഗവാന്റെ ശരീരമായിട്ട് വ്യത്യാസമില്ല. ഇനി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകളെയും നോക്കിക്കഴിഞ്ഞാലും അതും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്, ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. ഈ പ്രകൃതിയെല്ലാം, ഭൗതിക പ്രകൃതിയാണെങ്കിലും ആധ്യാത്മിക പ്രകൃതിയാണെങ്കിലും ഇതെല്ലാം വരുന്നത് ഭഗവാനിൽ നിന്നായതുകൊണ്ട് എല്ലാം ഭഗവാന്റേതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഭഗവാന്റേതായിട്ടുള്ള ഈ വസ്തുവകളെ പോലും ഭഗവാൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിലുള്ള ഏത് വസ്തുവകളെയോ അത് ഏത് വ്യക്തിയോ ഭഗവാൻ ആ വ്യക്തിയിലൂടെ എന്തെങ്കിലും ഒരു ആസ്വാദനം ഭഗവാൻ ആസ്വദിച്ചാലും അതിൽ തെറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നാഥൻ അദ്ദേഹമാണ്. പക്ഷെ എന്നിരുന്നാലും ഭഗവാന് ആരുടെയും ആവശ്യമില്ല സ്വയം ആനന്ദിക്കാൻ വേണ്ടി. എന്നിട്ടും ഭഗവാൻ സാധാരണ രീതിയിൽ ഈ ലോകത്ത് ഒരു ഗൃഹസ്ഥൻ ജീവിക്കുന്നത് പോലെ ആ ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ അങ്ങ് യഥാർത്ഥത്തിൽ ഇതിലൊന്നും മഗ്നനായി പോകുന്നതുമില്ല, അല്ലാതെ മറന്നു പോകുന്നില്ല അസ്തിത്വത്തെ. അന്നേരം ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നു, പക്ഷേ ഇതിലൊന്നും പെട്ടു പോകുന്നുമില്ല. ഇതെങ്ങനെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാമോ എന്ന് പറയുക. അന്നേരം ഇവിടെ പറയുന്നു, ഈ രഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം, ഇത് സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാണ് എന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ അങ്ങ് കാരുണ്യപൂർവ്വം ഇത് പറഞ്ഞ് നമ്മളെ ഉണർത്തുക, ആധ്യാത്മിക ജ്ഞാനം കൊണ്ട് ഉണർത്തുക. ഇത് തന്നെയാണല്ലോ അങ്ങ് ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ സ്വയം പറഞ്ഞു, ഇതിനു മുമ്പേ ഞാൻ അതീന്ദ്രിയ ജ്ഞാനം ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തു. അന്നേരം ഇത് കേട്ടുടൻ തന്നെ ഉദ്ധവർ പറയുകയാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് ഭഗവാനെ. കാരണം അങ്ങയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, വ്യക്തത കിട്ടുന്നില്ല അങ്ങ് ആരാണെന്ന്. അന്നേരം അതീന്ദ്രിയ ജ്ഞാനം, ഭഗവത് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ള അറിവ്, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ സത്സംഗത്തിലും പറഞ്ഞു, പല വ്യക്തികളും ഭഗവാനെ ഒരു ഐതിഹാസിക കഥാപാത്രമായിട്ട് കാണുന്നു. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പേ വന്ന വ്യക്തി ഇതിനുശേഷം പോയി എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് സാധാരണ ഒരു വ്യക്തി ജനിച്ചു മരിച്ചു പോകുന്ന പോലെയല്ല ഭഗവാൻ. ഭഗവാൻ എന്നെന്നുമുണ്ട്. ഭഗവാൻ എല്ലാത്തിനെയും ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ എന്നും ഭഗവാന്റെ ശക്തിയുടെ അധീനതയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അന്നേരം വ്യക്തിപരമായിട്ട് ഭഗവാൻ ആരാണ് എന്നുള്ള ആ ഒരു സത്യത്തെ മനസ്സിലാക്കുന്നതിനെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ
പലതരം വിധികളുണ്ട്. വൈദിക വിധി, പാഞ്ചരാത്രിക വിധി, ഭാഗവത വിധി. എന്താണ് ഈ വിധികൾ? വിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങൾ. ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ പൂജാവിധികളാകാം, യന്ത്രതന്ത്ര മന്ത്രവിധികൾ. ഇതിലൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഉൾബോധത്തെ ഉണർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വീണ്ടും നമ്മുടെ എല്ലാ സത്സംഗത്തിലും നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്, ഞാൻ ശരീരമല്ല ആത്മാവാണ്. പക്ഷേ നമ്മൾ ഈ ശരീരമാണെന്ന് കരുതി ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നു. അന്നേരം ഈ വിധികളിലൂടെ നമ്മൾ നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തെ തിരിച്ചറിയാൻ ഉള്ള ഒരു പ്രോസസ്സാണ്. ഇതിനെയാണ് വിധികൾ എന്ന് പറയുന്നത്. അതായത് ആചാര്യന്മാർ പറയുന്നു, എല്ലാവിധ ശാസ്ത്രങ്ങളും 3 കാര്യങ്ങളെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: സംബന്ധ, ആഭിധേയ, പ്രയോജനം. സംബന്ധ എന്ന് പറഞ്ഞാൽ ഞാനും ഈശ്വരനുമായിട്ടുള്ള ബന്ധം എന്താണ്. ആഭിധേയ എന്ന് പറഞ്ഞാൽ ആ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ ബന്ധത്തെ എങ്ങനെ പുനർജാഗൃതമാക്കാം, വീണ്ടും എങ്ങനെ റിവൈവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നത്, ആഭിധേയം. അന്നേരം ലക്ഷ്യം എന്താണ്? ബന്ധത്തെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുക. ആഭിധേയം എന്ന് പറഞ്ഞാൽ അതിനുള്ള വഴി. അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇതിനു വേണ്ടി അല്ലാതെ ഈ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും, അതായത് നമ്മൾ എങ്ങനെ ഇവിടെ വന്നു, എന്തുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്നു, ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യക്തതയുള്ളൂ. ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന എന്തിന്? അതിൻ്റെ ധ്വജസ്തംഭം, കൊടിമരം എന്തിനാണ്? ഈ ഒരു കൊടിമരം സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരം എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു, വിഗ്രഹം എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു, നമ്മൾ എന്തിന് അർച്ചന ചെയ്യുന്നു, എന്തിന് അഭിഷേകം ചെയ്യുന്നു, എന്തിനാ ദീപം കത്തിക്കുന്നു, എന്തിന് ഹോമം ചെയ്യുന്നു, ഓരോരോ വഴിപാടുകൾ എന്തിനാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിധികൾ എന്ന് പറയുന്നത്. പക്ഷേ സംബന്ധം മനസ്സിലാക്കാതെ, പ്രയോജനം മനസ്സിലാക്കാതെ വിധി മാത്രം ആചരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ല. നമ്മുടെ നാട്ടിൽ മിക്ക ആചാര അനുഷ്ഠാനങ്ങളും വിധികളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. പറയുന്നു 2 തിരി വിളക്ക്, ഓക്കെ, അല്ലെങ്കിൽ 1 തിരി വിളക്ക്, അല്ലെങ്കിൽ 3 തിരി വിളക്ക്. എന്തിനെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങോട്ട് തന്നെ ആയിരിക്കണം വിളക്ക്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അതൊരു ആ വിധികളിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ എന്താണ് നമ്മളും ഈശ്വരനുമായിട്ടുള്ള ബന്ധം, നമ്മൾ ആരാണ്, ഈശ്വരൻ ആരാണ്, ഈശ്വരന് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്, ആ ബന്ധം എങ്ങനെ നഷ്ടപ്പെട്ടു? അജ്ഞാനത്താൽ. ഓം അജ്ഞാനതിമിരന്ധസ്യ. അന്നേരം ഈ അജ്ഞാനത്തെ അകറ്റാനുള്ള വഴി. അതുകൊണ്ട് വൈദിക വിധി, പാഞ്ചരാത്രിക വിധി, ഭാഗവത വിധി, ഏറ്റവും ഉത്തമ വിധി ഭാഗവത വിധിയാണ്. അതാണ് നമ്മളിപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. വൈദിക വിധിയും പാഞ്ചരാത്രിക വിധിയും, വൈദിക വിധിയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. വൈദിക വിധിയിലുള്ള പോരായ്മകളല്ല, അതിനെ ആചരിക്കാനുള്ള പോരായ്മകൾ. ശരിയായിട്ടുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പര ഇന്ന് ലഭ്യമല്ല. അതിൻ്റെ മിക്ക ശാസ്ത്രങ്ങളും അവൈലബിൾ അല്ല. അന്നേരം ഈ പൂജാവിധികൾ കൂടുതലും നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന താന്ത്രിക വിധി എന്ന് പറയുന്നത് അത് വൈദിക വിധിയുടെ ഒരു ഭാഗമാണ്. അന്നേരം താന്ത്രിക വിധി അതനുസരിച്ചാണ് നമ്മുടെ പൂജാതി കർമ്മങ്ങൾ കറക്റ്റായിട്ട് അനുഷ്ഠിക്കുന്നത്. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ആ താന്ത്രിക വിധി ചിട്ടപ്പെടുത്തിയെടുത്തത് ശങ്കരാചാര്യരാണ്. അന്നേരം അങ്ങനെ പരമ്പരാഗതമായിട്ട് ഓരോരോ തന്ത്രികൾ, തന്ത്രമറിയുന്ന വ്യക്തികൾ തന്ത്രി. അന്നേരം തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുതന്ത്രം എന്നല്ല ഉദ്ദേശിക്കുന്നത്, സൂത്രങ്ങൾ എന്നല്ല. ഞാനിപ്പോൾ എന്താ പറയേണ്ടത്, ഏറെ എല്ലാ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള മറ്റ് പര്യായ അർത്ഥമുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ താന്ത്രിക് വഴികൾ, തന്ത്രപരമായിട്ടുള്ള ഈ എന്തു പറയുന്നത് മുദ്രകളും, പിന്നെ ഓരോരോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ ഇത് ചക്രമുദ്ര, ഇങ്ങനെ, ഇത് മത്സ്യമുദ്ര, ഇങ്ങനെ. എന്നാൽ ഇതൊക്കെ ഓരോരോ മുദ്രകളാണ്. എന്നാൽ ഈ മുദ്രകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോരോ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ചക്രമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അന്നേരം ഈ ചക്രമുദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ സുദർശന ചക്രത്തെ അവിടെ ആവാഹിക്കാം. എന്നിട്ട് ആ ചക്രത്തെ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ പൂജാതി കർമ്മങ്ങളിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയാണ്. ഇനി മുദ്ര ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ മത്സ്യാവതാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും അശുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, എന്നിട്ട് ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അന്നേരം എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുടെയും ഉദ്ദേശം, ഇപ്പോൾ ഒരു കലശമാണെങ്കിൽ പോലും പൊതുവേ ഒരു സന്യാസി വരെയാണ് ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തിനാണ് കലശം കൊടുക്കുന്നത്? അത് പേരിന് വേണ്ടി ഒരു തേങ്ങ വെച്ച് ഒരു കലം എടുത്ത് അതിനകത്ത് വെള്ളം നിറച്ച് ഇല വെക്കുന്നത് എന്തിനാണ് നമുക്ക് അറിയണ്ടേ അല്ലേ? അന്നേരം പൊതുവേ ശുഭ സൂചനകളാണിത്. അന്നേരം എന്തു പറയുന്നത്, ഒരു സ്വീകരിക്കാനുള്ള ഈ പ്രകൃതിയിലുള്ള വസ്തുവകകളെ ഉപയോഗിച്ച് അതിൽ ഭഗവാനെ ആവാഹിക്കുക. അന്നേരം ഇപ്പോൾ ഒരു സന്യാസി വര്യൻ വരുമ്പോൾ, ബഹുമാന്യനായിട്ടുള്ളൊരു വ്യക്തി വരുമ്പോൾ, ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ ദേവനെ പ്രതിനിധീകരിക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവതിയെ പ്രതിനിധീകരിക്കുകയാണ്. അതാണ് ആ ഒരു കലശത്തിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഹോമം ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ ഇവിടെ ഹോമം നടക്കുകയാണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അന്നേരം ഇവിടെ ഈ കലശം വെച്ചിരിക്കുന്നത് ഭഗവാനെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇരിക്കുന്നത് ഇവിടെയാണ്, രാധാ മദൻ ഗോപാൽജി ഇരിക്കുന്ന അവിടെയാണ്. അന്നേരം ഭഗവാനെ ഹോമത്തിൽ ഇരുത്തുന്നത് കലശത്തിലൂടെ ആയിരിക്കും. കാരണം ഭഗവാനെ വ്യക്തിപരമായിട്ട് അവിടെ ഇരുത്തേണ്ട ആവശ്യമില്ല, താൽക്കാലികമായിട്ട് ഭഗവാനെ അവിടെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് ഹോമം കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ സാന്നിധ്യം അതിൽ വരും. അന്നേരം പിന്നെ ആ ജലം എല്ലായിടത്തും തളിക്കുകയാണ് ശുദ്ധീകരിക്കാൻ വേണ്ടി. അന്നേരം ഇങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും പുറകിൽ ഓരോ ഉദ്ദേശങ്ങളുണ്ട്. നമ്മളൊരു ഹോമത്തിന് കളം വരയ്ക്കുന്നതാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള, അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ അതിനെല്ലാം ഒരു അർത്ഥമുള്ളൂ. ഇതറിയാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അന്നേരം ഭാഗവത വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, ബന്ധനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. അന്നേരം ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് പറയുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സ്മരണയോടുകൂടി ഇരിക്കുക, ഭഗവാന് വേണ്ടി ഒരു വിഗ്രഹസേവ ചെയ്യുക, ഭഗവാന്റെ എപ്പോഴും ഒരു ദാസനായിട്ട് കരുതുക, ഭഗവാന്റെ ഒരു സുഹൃത്തായിട്ട് ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക, സർവസ്വവും ഭഗവാന് വേണ്ടി സമർപ്പിക്കുക, ഭഗവാന്റെ തൃപ്പാദ സേവ. എന്നാൽ ഇതാണ് ഭാഗവത വിധിയിൽ വരുന്നത്. അവിടെ കൂടുതലും വിധിക്കപ്പുറത്തായിട്ട് ഭഗവാനുമായിട്ടൊരു ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കുക. അന്നേരം വൈദിക വിധിയുടെ പ്രശ്നം അത് ഔപചാരികത കൂടുതലാണ്, പക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്തുമോ? പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ വൈദിക വിധി വളരെ വാസ്റ്റ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ മിക്ക ശാസ്ത്രങ്ങളും ഇന്ന് അവൈലബിൾ അല്ല, മിക്ക ഗ്രന്ഥങ്ങളും ഇന്ന് അവൈലബിൾ അല്ല. കൂടുതലും പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ കൊടിമരത്തിൻ്റെ കാര്യമാണെങ്കിലും വിഗ്രഹത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഒരു തന്ത്രി പറയുന്നതല്ല മറ്റൊരു തന്ത്രി പറയുന്നത്. എന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പല പല ഉദ്ധരണികളും കൊണ്ടുവരും. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഭാഗം പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷേ ഏത് രീതിയാണെങ്കിലും ലക്ഷ്യം മറന്നുപോകും. തന്ത്രവിധിയാണെങ്കിലും എന്നാൽ പാഞ്ചരാത്രിക വിധി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമായിട്ട് അത് വരുന്നത് നാരദ പാഞ്ചരാത്രത്തിൽ നിന്നാണ്. നാരദ മഹർഷിയിലൂടെ വന്ന വ്യാസമഹർഷി രചിച്ച നാരദ പാഞ്ചരാത്രം, അതനുസരിച്ചാണ് നമ്മുടെ ഈ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള പൂജാവിധികളൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക രീതിയാണ്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിന് വേണ്ടിയുള്ള പൂജാവിധികളാണ് അതിലൂടെ വരുന്നത്. അന്നേരം ഞാൻ പല പ്രാവശ്യവും സത്സംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുള്ള തന്ത്രവിധിയിൽ നിന്നും വ്യത്യസ്തമാണ് പാഞ്ചരാത്രിക വിധി. അത് ഭഗവാനുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ട്, ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്ത്രവിധി തെറ്റാണെന്നല്ല, തന്ത്രവിധി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കറക്റ്റാണ്. പക്ഷേ പാഞ്ചരാത്രിക വിധി ഭഗവാനുമായിട്ട് കൂടുതൽ നമ്മളെ അടുക്കാൻ സഹായിക്കും. പക്ഷേ തന്ത്രവിധിയാണെങ്കിലും പാഞ്ചരാത്രിക വിധിയാണെങ്കിലും ഭാഗവത വിധിയോടൊപ്പം വന്നെങ്കിൽ മാത്രമേ അത് നന്നാവൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നു, ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പിക്കുന്നു, ശിവേലി നടത്തുന്നു, ചെണ്ട, കൊട്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഭാഗവത വിധി അവിടെ ഇല്ല. ഭാഗവത വിധി എന്ന് പറഞ്ഞാൽ നാമജപം. ഭഗവാനെക്കുറിച്ച് ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. ഭഗവാന്റെ മഹിമകൾ അവിടെ വർണ്ണിക്കുന്നില്ല, ഭഗവാനെ സ്മരിക്കാറില്ല. അതെടുക്കണ്ട കേട്ടോ, മറ്റേ ചേർത്ത്
അവിടെ വെച്ചോ. അന്നേരം ഭാഗവത വിധി ഇല്ലാതെ തന്ത്രവിധി ഒരു ഉപയോഗമില്ല. പക്ഷെ പാഞ്ചരാത്രിക വിധി കൂടുതലും ഭാഗവത വിധിയായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഭാഗവത വിധി, പാഞ്ചരാത്രിക വിധി, ഇത് രണ്ടുമാണ് കൂടുതലും നമ്മൾ ഇന്നത്തെ കലിയുഗത്തിൽ ആചരിക്കേണ്ടത്. ഇപ്പം തന്ത്രവിധി വർഷങ്ങളായിട്ട്, ഈ തന്ത്രവിധി അറിയാവുന്ന വ്യക്തിയാണ് തന്ത്രി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ തന്ത്രിക്ക് മന്ത്രങ്ങളും യന്ത്രങ്ങളും, തന്ത്രം എന്ന് പറയുമ്പോൾ പല പല മുദ്രകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയഗ്രാം അല്ല. ഇപ്പോൾ ശ്രീചക്രമാണെങ്കിലും ഗോലോക യന്ത്രമാണെങ്കിലും ഇതൊക്കെ അതിനെയാണ് അതിലൂടെ, ആ ഒരു ഡയഗ്രാമിലൂടെ അത് പലതിനെയും പ്രതിനിധീകരിക്കുന്നു. ചില മന്ത്ര ഉച്ചാരണത്തിലൂടെ ആ ഒരു ഇത് കാണിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആ സീല് നോക്കുമ്പോൾ സിംഹം, 4 ഡയറക്ഷനിൽ നോക്കുന്ന സിംഹം, അശോക ചക്രം, അതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. അന്നേരം അത് നമ്മുടെ ഭാരത സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നു, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ. അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്, അത് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു. അതേപോലെ എന്നും പറയാൻ കഴിയില്ല. പക്ഷേ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പവറുള്ളതാണ്. അന്നേരം ആധികാരികമായിട്ടുള്ള രീതിയിൽ ഒരു യന്ത്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഒരു ദേവൻ്റെ യന്ത്രം വരച്ചു കഴിഞ്ഞാൽ, അത് ആ ദേവനെയും ദേവൻ്റെ ശക്തികളെയൊക്കെ പ്രതിനിധീകരിക്കുന്നു. മനസ്സിലായില്ലേ? അന്നേരം ആ ഒരു ദേവൻ്റെ ശക്തികളും ദേവൻ വസിക്കുന്ന സ്ഥലത്തെയും പ്രതിനിധീകരിക്കുന്നു. അന്നേരം അത് യന്ത്രം വരയ്ക്കുന്ന മാത്രമല്ല, ആ വരയ്ക്കുന്ന ആൾ ചില മന്ത്രജപത്തിലൂടെയും ആവാഹനത്തിലൂടെയും പിന്നെ ആധികാരികമായിട്ടുള്ള ഒരു പരമ്പരയിലൂടെയാണ് ആ യന്ത്രം ലഭിക്കുന്നത് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. ആ യന്ത്രം ആ ദേവനെയും ദേവിയും പ്രതിനിധീകരിക്കുന്നു. അന്നേരം ആ യന്ത്രം, തന്ത്രിക് വഴി എന്ന് പറഞ്ഞാൽ മുദ്രകളിലൂടെ, ആവാഹന മുദ്രകൾ, ഭഗവാനെ ആവാഹിക്കുന്നു, ഇരുത്താനുള്ള മുദ്ര, അന്നേരം ഇതൊക്കെയാണ് മുദ്രകൾ. അന്നേരം ഇതൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് തന്ത്രി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇരുത്തുന്നതും ഇങ്ങനെ ക്ഷണിക്കുന്നതും പിന്നെ ഇങ്ങനെ ഇരുത്തുന്നതും എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. അല്ല ചുമ്മാ ഇങ്ങനെ കൈ കാണിച്ചതുകൊണ്ട്. അന്നേരം ഇന്ന് കൂടുതലും മുദ്രകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക. അന്നേരം ഇത് തന്നെയാണ്, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമ ആൾക്കാരും പിന്നെ കാശിന് വേണ്ടി നടക്കുന്ന ആൾക്കാരും ഇതൊക്കെ കോപ്പി ചെയ്യും. കൈ ഇങ്ങനെ കാണിച്ചാൽ മതി, കറക്റ്റ് കൈ നയിക്കി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുദ്രകൾ കാണിച്ചു കഴിഞ്ഞാൽ പൂജാതി കർമ്മങ്ങൾ പഠിച്ചു അല്ല. അന്നേരം മന്ത്ര ഉച്ചാരണം മാത്രമല്ല, മന്ത്രം, തന്ത്രം, യന്ത്രം ഇത് മാത്രം അറിഞ്ഞാൽ പോരാ. ഇത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ തന്ത്രിയാവുന്നതും അല്ലെങ്കിൽ പൂജാരിയാവുന്നതും. അന്നേരം നമ്മൾ ഇതിൽ നിന്ന് അജ്ഞരായിട്ട് മാറി നിൽക്കുന്നു. ഇവർക്കിതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് അവരെല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി. അന്നേരം ഈ മന്ത്രം, തന്ത്രം, യന്ത്രമെല്ലാം ഇത് വരുന്നത് ആഭിധേയം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ സംബന്ധവും പ്രയോജനവും ഇല്ലാതെ ആഭിധേയം ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സംബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുക. പരബ്രഹ്മം, പരമാത്മാവ്, സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാനുമായിട്ട് ബന്ധത്തെ റിവൈവ് ചെയ്യാനുള്ള വഴികളാണ് ഈ പൂജാതി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. അന്നേരം തന്ത്രവിധി അനുസരിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു. അതിലെന്തൊക്കെ വരും? നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിക്കുന്നതാണെങ്കിലും, ഒരു ദീപം കത്തിക്കുന്നതാണെങ്കിലും, എന്താ പറയുന്നത്, കർപ്പൂരം കത്തിക്കുന്നതാണെങ്കിലും, പിന്നെ യജ്ഞഹോമാദികൾ ചെയ്യുന്നതാണെങ്കിലും, നിവേദ്യം സമർപ്പിക്കുന്നതാണെങ്കിലും, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അന്നേരം തന്ത്രവിധി അനുസരിച്ച് നിവേദ്യം വേറെ രീതിയിലായിരിക്കാം. പാഞ്ചരാത്രിക വിധി അനുസരിച്ച്, ഇപ്പോൾ തന്ത്രവിധി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദേഹത്ത് വസ്ത്രം ഇടാൻ പാടില്ല. പക്ഷേ പാഞ്ചരാത്രിക വിധി അനുസരിച്ച് ദേഹത്ത് വസ്ത്രം ഇങ്ങനെ ഇടണം, ഇങ്ങനെ മറച്ചു വയ്ക്കാം. പക്ഷെ എന്തിനു വേണ്ടി അത് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം തന്ത്രവിധി അനുസരിച്ച് എന്താ, നമ്മൾ ദാസനാണ്, ഭഗവാന്റെ ദാസനായതുകൊണ്ട് ദേഹത്ത് വസ്ത്രം ഇല്ലാതെ നമ്മൾ ഭഗവാനാണ് നമ്മുടെ സ്വാമി എന്നുള്ളൊരു ഭാവത്തിലിരിക്കുന്നു.
ഇനി പാഞ്ചരാത്രിക വിധി അനുസരിച്ച് വസ്ത്രം ഇങ്ങനെ ഇടണം. ഇത് ഇങ്ങനെ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇടണം. ഇതിലാണ് പരമാത്മാവ് നമ്മുടെ ഹൃദയത്തിലിരിക്കുകയാണ്. അന്നേരം ഇതേ പരമാത്മാവാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പരമാത്മാവിന് ഞാൻ തൽക്കാലം വിശ്രാമം കൊടുക്കുന്നു, എന്നിട്ട് ഇതേ വ്യക്തി തന്നെയാണ് മുന്നിൽ ഇരിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഇതേപോലെ വസ്ത്രം ഇട്ടിട്ട് നമ്മൾ പത്മനാഭസ്വാമിയെ കാണാൻ പോകുമ്പോൾ ഉടനെ സെക്യൂരിറ്റി വസ്ത്രം മാറ്റും എന്നിട്ട് എന്തിനാന്ന് അറിഞ്ഞൂടെ? എന്തിനാ വസ്ത്രം മാറ്റുന്നത്? അത് പൂജാതി, അത് രണ്ട് പ്രത്യേക വിധികളാണ്. പിന്നെ പാഞ്ചരാത്രിക വിധി അനുസരിച്ച് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കണം ഓരോ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞിട്ടും. പക്ഷേ തന്ത്രവിധി അനുസരിച്ച് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ ഉടനെ ആൾക്കാർ അടിക്കും. സൗത്ത് ഇന്ത്യൻ ക്ഷേത്രത്തിൽ എവിടെ പോയാലും പറയും ഇവിടെ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി, ഗരുഡ സ്തംഭത്തിന് അപ്പുറത്ത് പോയി തൊഴി, ഇവിടെ തൊഴാൻ പാടില്ല. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരുഡൻ അവിടെ ഗരുഡ സ്തംഭത്തിൽ നിന്നും ഭഗവാനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കാല് ഗരുഡൻ്റെ അങ്ങോട്ട് വരാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അന്നേരം തന്ത്രവിധിയാണോ ശരി, പാഞ്ചരാത്രിക വിധിയാണോ ശരി എന്നൊരു തർക്കം നിരർത്ഥകമാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന വിധി എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വെറുതെയാണ്. അന്നേരം ഹോമങ്ങളും നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൽ ഇത് പറഞ്ഞ നെയ്യ് ഓരോ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓരോ നെയ്യെന്ന് പറയുന്നത് പശുവിൽ നിന്ന് വരുന്ന ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു വസ്തുവാണ്. അന്നേരം മന്ത്രോച്ചാരണത്തിലൂടെ ആവാഹിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി ഹോമിക്കുന്നു. നമ്മുടെ ജീവിതം ഹോമിക്കുന്നു, വസ്തുവകകൾ ഹോമിക്കുന്നു. ഹോമം എന്ന് പറഞ്ഞാൽ ത്യാഗം, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു തിരി കത്തിക്കുമ്പോഴും അത് ഹോമിക്കുകയാണ്, അതും ഒരു യജ്ഞമാണ്. ദീപം കത്തിക്കുമ്പോഴും നിവേദ്യം സമർപ്പിക്കുമ്പോഴും അത് ഭഗവാന് വേണ്ടി പൂർണ്ണമായിട്ടും ആഹുതി ചെയ്യുകയാണ്. അന്നേരം എന്തുകൊണ്ട് ഈ പ്രപഞ്ചം എൻ്റേതല്ല, ഞാൻ താൽക്കാലികമായിട്ട് ഈ ലോകത്തിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരം ഭഗവാനാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിധികളെല്ലാം. പക്ഷേ ഭാഗവത വിധി ഇല്ലാതെ നമുക്ക് സംബന്ധവും പ്രയോജനവും മനസ്സിലാവത്തില്ല. ഭാഗവത വിധി ഇല്ലാതെ തന്ത്രവിധിയും പാഞ്ചരാത്രിക വിധിയും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ തന്ത്രവിധിയെക്കാട്ടിയും പാഞ്ചരാത്രിക വിധി ഭാഗവതമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ്. ഓരോ മന്ത്രത്തിലും അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശശുദ്ധിയെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാഞ്ചരാത്രിക വിധിയിൽ. നാരദ പാഞ്ചരാത്രത്തിലൂടെ, നാരദ മഹർഷിയിലൂടെ. പിന്നെ ഭാഗവതം എന്ന് പറഞ്ഞാൽ മൊത്തം നാരദ മഹർഷിയാണ് കൂടുതലും. നാരദ മഹർഷി ഇല്ലാത്തതായിട്ട് നമുക്ക് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഭാഗവത്തിൽ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഏറ്റവും നമ്മൾ കലിയുഗത്തിൽ ഭക്തിയിൽ പുരോഗമിക്കാൻ ഏറ്റവും ഉത്തമ രീതിയാണ് നാരദ പാഞ്ചരാത്രവും ഭാഗവത വിധി. പിന്നെ നിങ്ങൾക്കും അറിയാം, ധ്രുവ മഹാരാജ്, ഭഗവാന്റെ ഭക്തനായ ധ്രുവൻ ഭഗവാനെ അന്വേഷിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ആ വിധി അനുസരിച്ച് പോയപ്പോൾ 4 മാസം കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റി. എത്രയോ ഋഷിമാർ 60,000 വർഷങ്ങളായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കാം, അവർക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ല. നാരദ മഹർഷിയാണെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ ഈ സത്സംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നത് അതേ പരമ്പരയിലാണ്. നാരദ മഹർഷിയുടെ അതേ പരമ്പരയിൽ നാരദ മഹർഷിയിൽ നിന്നുള്ള പാഞ്ചരാത്രിക വിധിയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഭാഗവത വിധിയുണ്ട്, ഭാഗവതമുണ്ട്, ഭക്തിയുണ്ട്, ഭക്തി മാർഗമുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന ദീക്ഷാ പ്രോസസ്സ് ഇതെല്ലാം നാരദ മഹർഷിയുടെ വഴിയാണ്. അന്നേരം കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ധ്രുവൻ്റെ മുമ്പിൽ എങ്ങനെയാണോ ഭഗവാൻ വന്നത് അതേപോലെ നമ്മുടെ മുമ്പിലും ഭഗവാൻ വരും. പക്ഷെ തന്ത്രവിധിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ആധികാരികമായിട്ടുള്ള ഒരു പരമ്പര തന്ത്രവിധിയിലില്ല. ഇന്ന് കൂടുതലും ശങ്കരാചാര്യരിലൂടെ, നമ്മളെല്ലാവരുടെയും അഭിമാനമായ ശങ്കരാചാര്യർ ആ ഒരു വിധിയെ തിട്ടപ്പെടുത്തി എടുത്തിരിക്കുക. സ്വാമി ഒരു തോർത്ത് കയറ് പോലെ ആക്കി തന്ത്രി നെഞ്ചിലൂടെ ഇടുന്നു. അത് എന്താണ്? അത് ആ ഒരു കർമ്മത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ്.
പ്രത്യേകിച്ച് ഇപ്പം ഭഗവാനെ മുകളിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു ബ്രാഹ്മണനല്ല, മനസ്സിലായല്ലോ. ഒരു പൂനൂലിട്ടതുകൊണ്ട് നമ്മൾ മാത്രം ഒരു ബ്രാഹ്മണനായില്ല. ഇത് ഒരു ഭഗവാനോടുള്ളൊരു ബഹുമാനം കൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ബോഡി ഗാർഡ്സൊക്കെ അവർക്കൊരു സെക്രട്ടറി, അവർക്ക് പ്രത്യേക ചിഹ്നങ്ങൾ കാണും. കാരണം എന്താണ്, അത് ഭഗവാന്റെ അടുത്ത് നിൽക്കുകയല്ലേ എന്നുള്ളത്. എന്നാൽ ഇത് ഓരോരോ ചിഹ്നങ്ങളാണ്. കാരണം കാണുന്ന വ്യക്തികൾ മനസ്സിലാക്കും ഇത് സാധാരണ വ്യക്തിയല്ല, ഇവർ ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭഗവാനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാത്തിൻ്റെ ഉദ്ദേശം, അതായത് ഒരു എത്രത്തോളം ഭഗവാനെ നമ്മൾ ബഹുമാനിക്കാൻ പറ്റുന്നോ അത്രത്തോളം, അതാണ് അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെയാണ്. ഭഗവാനെ ഇപ്പോൾ ആനപ്പുറത്ത് തന്നെ എഴുന്നള്ളിപ്പിക്കുന്ന എന്തിനാണ്? നമ്മുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്, നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു തന്ത്രിക്ക് ഈ എന്താ പറയുക, പൂജാരിക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പോവാം. അന്നേരം ഏറ്റവും ഉയർന്ന ഒരു എന്താ പറയുന്ന ബഹുമാനം ഭഗവാന് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ വേണമെങ്കിലും പോവാം. പക്ഷെ അത് നമ്മുടെ രാജ്യത്തിനൊരു അപമാനമായിരിക്കും. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ഉയർന്ന ഒരു വാഹനത്തിൽ തന്നെ, ഏറ്റവും വില കൂടിയ വാഹനത്തിൽ തന്നെ പോകുമ്പോൾ അത് നമ്മുടെ ഒരു അഭിമാനം കൂടാണ്. അതേപോലെ എല്ലാത്തിൻ്റെ ഉദ്ദേശം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംബന്ധം. ഭഗവാൻ ആരാണ്, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഓരോന്നും ചെയ്യുമ്പോഴാണ് അതിന് വ്യക്തത കിട്ടുന്നത്. അന്നേരം ഇത് മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ. മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു മെസ്സേജും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ഏതൊരു കലാരൂപങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ കലാരൂപങ്ങളെല്ലാം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ. അതിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. ചെണ്ടമേളമാണെങ്കിലും നൃത്തരൂപങ്ങളാണെങ്കിലും ഇതെല്ലാം ഈശ്വരൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇന്ന് ഈശ്വരൻ്റെ സന്തോഷത്തിന് പകരം അത് നാട്ടുകാരുടെ സന്തോഷത്തിനായിട്ട് മാറി. അതിൽ നിന്നും പിന്നെ അത് ഭഗവാൻ ഇല്ലാത്തതായിട്ടുള്ള രീതിയിൽ പാട്ടും കൂത്തുമൊക്കെയായി, അല്ലേ? നേരത്തെ ഇതെല്ലാം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ഷേത്രകലകൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എല്ലാ കലാരൂപങ്ങളും. പാട്ടാണെങ്കിലും കൊട്ടാണെങ്കിലും നൃത്തമാണെങ്കിലും എല്ലാം. ഇപ്പോൾ ആൾക്കാർക്ക് കൊട്ട് മാത്രം മതി. പക്ഷേ കൊട്ട് ആർക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല. തന്ത്രിക്ക് ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് ശരിയാണോ ഗുരുജി? നമ്മൾ അങ്ങനെ കാണണം. തന്ത്രി ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ഒരു ആചാരാനുഷ്ഠാന പ്രകാരം നോക്കുമ്പോൾ ഒരു അച്ഛൻ എങ്ങനെ മകനെ നോക്കുന്നു അതേപോലെ തന്ത്രി ഭഗവാനെ നോക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അച്ഛനല്ല ആക്ച്വലി. അതായത് നമ്മുടെ വീട്ടിലും ഭഗവാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ ഭഗവാനെ നോക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മൾ ഭഗവാന്റെ തന്തയൊന്നും ആവത്തില്ല. ഭഗവാന് നമ്മുടെ ആവശ്യമില്ല, നമുക്കാണ് ഭഗവാന്റെ ആവശ്യം. അതുകൊണ്ട് തന്ത്രി ഭഗവാന്റെ തന്തയാകുന്നില്ല. പക്ഷേ ഒരു അച്ഛൻ കുട്ടിയെ നോക്കുന്നത് പോലെ ഒരു തന്ത്രി ഭഗവാന്റെ കാര്യങ്ങൾ നോക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ കുട്ടിയെ എങ്ങനെ നോക്കും? സമയം കാലം ഒന്നും നോക്കാറില്ല. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇതാക്കണം. അന്നേരം ഭഗവാൻ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് ഭാവത്തിൻ്റെ വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ ഭഗവാന്റെ ദാസനായിട്ട് നമുക്ക് ചിന്തിക്കാം. അന്നേരം ദാസ്യഭാവത്തെക്കാട്ടിയും ഭഗവാനോടുള്ള സമീപനം കൂടുതൽ അടുക്കും. ഭഗവാനെ നമ്മൾ ഒരു മകനായിട്ട് കാണും, അത് കൂടുതൽ അടുപ്പമല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു ജോലി സ്ഥലത്ത് പോകുന്നു, നമുക്കൊരു മുതലാളിയുണ്ട്. അന്നേരം മുതലാളിയും തൊഴിലാളിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഈ കാശിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൂലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് തൊഴിലാളി എന്ത് മുതലാളി, അല്ലേ? അന്നേരം അതേപോലെയാണ് ദാസ്യഭാവം. അന്നേരം ദാസ്യഭാവത്തിൽ കൂടുതൽ എന്താണ്, ഒരു മുതലാളി തൊഴിലാളി എന്നുള്ളൊരു ബന്ധമാണ്, ഒരു കൂലിക്ക് അനുസരിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാ ദാസ്യഭാവം അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അന്നേരം അവിടെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഒരു സ്ഥാനം വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛൻ എങ്ങനെയാണോ മക്കളെ നോക്കുന്നത്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ദക്ഷിണ പോലും ചോദിച്ചു വാങ്ങാതെ, ഒരച്ഛൻ മകന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ദക്ഷിണ ചോദിക്കുമോ? ഞാൻ ഇത്രയും ചെയ്തു, എൻ്റെ മകന് വേണ്ടി ചെയ്തു, എനിക്ക് കാശ് താന്ന് പറയും.
കൂടുതൽ എന്നോട് ചോദിക്കരുത്. കൂടുതൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധികളും തകരാറല്ലോ. അന്നേരം അച്ഛൻ്റെ സ്ഥാനമാണെങ്കിൽ അച്ഛനെ പോലെ ഇരിക്കണം. മകന് വേണ്ടി എന്ത് ചെയ്തിട്ടും തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല. അല്ലാതെ അച്ഛനെന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നു, എന്നിട്ട് മകന് വേണ്ടി ചെയ്ത എല്ലാത്തിനും മകൻ്റെ നിന്ന് തന്നെ കൂലി പിന്നെ എന്തച്ഛൻ എന്ത് മകൻ. അന്നേരം കൂടുതലും അച്ഛനുള്ള അധികാരവും അംഗീകാരവും എല്ലാവർക്കും വേണം. പക്ഷെ അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആർക്കും താല്പര്യമില്ല. അതാണ് മെയിൻ പ്രശ്നം. എനിവേ, അന്നേരം തന്ത്രവിധി അന്നേരം തന്ത്രവിധിയാണെങ്കിലും പാഞ്ചരാത്രിക വിധിയാണെങ്കിലും ഭാഗവത വിധിയാണെങ്കിലും എല്ലാം ആർക്ക് വേണ്ടിയാണ്? ആവിധേയവും പ്രയോജനം, സംബന്ധവും പ്രയോജനം. ഞാൻ ആരാണ്? ഒരാൾ പറയുന്നു, പക്ഷെ ഇപ്പോൾ ഉള്ളവർ നേരത്തെ പറയും മകനായി കാണുന്നതിന് ഇത്ര പൈസ. അല്ല, അത് നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാനും പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ഒന്നും ചോദിക്കാതെ ഇരിക്കുകയാണെങ്കിൽ കമ്മിറ്റിക്കാർ അവരെ പറ്റിക്കും. കമ്മിറ്റിക്കാർ തന്ത്രിയുടെ ദക്ഷിണ ഇത്രയെന്ന് പറഞ്ഞിട്ടിടും. എന്നിട്ട് തന്ത്രി പറയുക, എനിക്കൊന്നും വേണ്ട, നിസ്വാർത്ഥമായിട്ട് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സന്തോഷം തന്ത്രി, ഇത്രയും നല്ലൊരു തന്ത്രിയെ ഞാൻ ഈ ലോകത്തെങ്ങും കണ്ടിട്ടില്ല എന്ന് ബഹുമാനമൊക്കെ നൽകും. എന്നിട്ട് ഒരു കുറച്ച് രൂപ കയ്യിൽ എന്തെങ്കിലും കൊടുക്കും. തന്ത്രി അതോടുകൂടി സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോകും. പക്ഷേ തന്ത്രിയുടെ പേരിൽ ബില്ലടിക്കും, തന്ത്രിക്ക് ഇത്രയും ദക്ഷിണ കൊടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരടിച്ചു മാറ്റും. ഇതൊരു പ്രശ്നം. പിന്നെ ഇന്ന് പണ്ടത്തെ വൈദിക പരമ്പര അനുസരിച്ച് മുൻ യുഗങ്ങൾ എന്ന് പറയത്തില്ല, മുൻ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ബ്രാഹ്മണ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു രാജാവ് ഭരിക്കുമ്പോൾ രാജാവ് ഒരിക്കലും ചിന്തിക്കത്തില്ല ഇത് എൻ്റെ രാജ്യമാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റേതാണ്, എന്നിട്ട് ആ ഈശ്വരൻ്റെ അധീനതയിലിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് ആ രാജ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഈശ്വരൻ്റെ ഒരു ക്ഷേത്രം കാണുന്നത്. എന്നിട്ട് ഈ രാജാവും പ്രജകളും എന്നും ആ ക്ഷേത്രം സന്ദർശിക്കും. എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് ആ ഭഗവാനാണ്. ആ ഒരു ഭഗവാന്റെ അധീനതയിലാണ്. ഇപ്പം അനന്തപുരം അല്ലേ, തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി പത്മനാഭനാണ്. എന്നിട്ട് അതേപോലെ ഓരോ രാജ്യഭരണത്തിൻ്റെയും കീഴിലല്ല, ഒരു രാജ്യഭരണത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ഷേത്രമായിരിക്കും. ഈ ശ്രീരംഗം അല്ലെ, രംഗനാഥ ക്ഷേത്രം. അന്നേരം അങ്ങനെ ആയിരുന്നു. അന്നേരം അവിടെ ആ ക്ഷേത്രത്തിൻ്റെ സേവനം ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠവാസികളെ പോലെയായിരുന്നു രാജാക്കന്മാർ കരുതിയിരുന്നത്. അവരെ ആ ഒരു ബഹുമാനവും ആ ഒരു സംരക്ഷണവും അവർ കൊടുത്തിരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണ സമൂഹത്തിന് ഒരിക്കലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്നത്തെ ബ്രാഹ്മണർ അഥവാ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണക്കാർ നമ്മൾ തന്നെയാണ്, നമ്മളെല്ലാവരുമാണ്. കാരണം അവരെ സംരക്ഷിക്കാനുള്ള ഒരു വഴി നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ല. എല്ലാവരും കുറ്റക്കാരാണ്. അന്നേരം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വേറെ വഴിയില്ല. അവർ വിവാഹിതരാണ്, അവർക്ക് കുട്ടികളുണ്ട്, അവരുടെ ഭാവി അവർ നോക്കണ്ടേ. ഇപ്പോൾ ക്ഷേത്രതന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയുടെ മകനെ ഒരിക്കലും വീണ്ടും തന്ത്രിയാക്കത്തില്ലല്ലോ. അന്നേരം പ്രായത്തിൽ നല്ല പ്രായം ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, പക്വത ഉണ്ടായിരിക്കണം. അന്നേരം അവർക്ക് അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ പിന്നെ മക്കൾ ചോദിക്കും, നിങ്ങൾ ഇത്രയും കാലം തന്ത്രിയായിട്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? അങ്ങനെ ആയിപ്പോയി. ഇന്നത്തെ കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് വിവാഹം പോലും ലഭിക്കാറില്ല. അന്നേരം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പണ്ട് രാജഭരണത്തിൽ നല്ല സദ്ഗുണസമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണർക്ക് കന്യാദാനമായിട്ട് കൊടുക്കുമായിരുന്നു, അവരെ വിവാഹം കഴിപ്പിക്കുമായിരുന്നു. നല്ല ഉത്തമ കുലത്തിലുള്ള
നാരീജനങ്ങളെ അവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അന്നേരം അവരുടേതായിട്ടുള്ള ഗൃഹസ്ഥ ജീവിതവും നല്ല മംഗളമായിട്ട് മുന്നോട്ട് പോകും. അവർ ആർത്തിയും ആക്രാന്തത്തോടു കൂടി ജീവിക്കാതെ ഭഗവാന്റെ സേവനം ചെയ്ത് ജീവിക്കും. അന്നേരം ഇന്ന് മൊത്തം സിസ്റ്റമേ കുറേ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് തന്ത്രിയെ കുറ്റം പറയാൻ പറ്റത്തില്ല, ബ്രാഹ്മണരെയും പൂജാരികളെയും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ രീതിയിൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ്. പക്ഷേ അങ്ങനെ അവർ ചെയ്യുമ്പോഴും അവർ ഒരിക്കലും ലക്ഷ്യം മറന്നു പോരുത്, ഇതെന്തിനു വേണ്ടിയാണ്. ഇന്ന് കലിയുഗത്തിൽ മൊത്തത്തിൽ എല്ലാം കുളമാണ്. മൊത്തത്തിൽ എല്ലാം കുളമായതുകൊണ്ട് വേറെ വഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇന്നത്തെ കലിയുഗത്തിൽ. പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടി നമ്മൾ ചർച്ച ചെയ്യുന്നു? ഇന്ന് ഇവർ ശരിയല്ല അവർ ശരിയല്ല എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല. നമ്മൾ ഇത് മനസ്സിലാക്കി നമ്മൾ ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുക. സംബന്ധ ആവിധേയ പ്രയോജനം. അന്നേരം ഇന്ന് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളെല്ലാം നടക്കുന്നു, വലിയ ആഘോഷത്തോടുകൂടി നടത്തുന്നു. പക്ഷേ അകത്തിരിക്കുന്ന വ്യക്തി ആരാണ്, ഭഗവാന്റെ സന്തോഷം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഡീപ്പ് ലെവലിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിന് ഭാഗവതം വേണം. അതിനു വേണ്ടിയാണ് ഏതൊരു ഉത്സവ സമയത്തും ക്ഷേത്രത്തിൽ ഭാഗവതം ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സത്സംഗത്തിൽ ഞാൻ പറഞ്ഞു, പക്ഷെ നിർഭാഗ്യവശാൽ ഭാഗവതം പറയുന്ന ആചാര്യന്മാരും അവർ പ്രൊഫഷണലി ഭാഗവതം പറയുന്നു, കഥകൾ മാത്രം പറഞ്ഞു പോകുന്നു. ഡീപ്പായിട്ട് അവരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമർശനമല്ല നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവർ ശരിയോ തെറ്റോ ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ശരി ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അന്നേരം ഭാഗവത വിധി മനസ്സിലാക്കുക. ഭാഗവത വിധി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ, ഭഗവാനെക്കുറിച്ച് കേൾക്കുക. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഭാഗവതം മനസ്സിലാക്കുക. എന്താണ് ഭാഗവതം? ഭഗവാൻ, ഭക്തി, ഭക്തർ, ഇത്രയേ ഉള്ളൂ. സംബന്ധ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഭഗവാൻ ആരാണ്. ആഭിധേയത്തിലൂടെ ഭക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ഭക്തി ആചരിക്കാൻ ശ്രമിക്കുന്നു. ഇനി പ്രയോജന, നമ്മൾ ഉത്തമ ഭക്തരായി മാറുന്നു. അതിലൂടെ നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചു. അത്രയേ ഉള്ളൂ. ഇതാണ് ഭാഗവതം. ഭാഗവത്തിലൂടെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുക, ഭക്തി എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ ഭക്തരാവുക. ആ ഭക്തി പരിശീലിച്ച് നമ്മൾ ഉത്തമ ഭക്തരാവുക. അങ്ങനെ ഉത്തമ ഭക്തരായി ഭഗവാന്റെ ലോകത്തേക്ക്, ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചെത്തുക. തത് വിഷ്ണോ യത് പരമം പദം സദാ പശ്യന്തി സൂരയ. അതായത് നമ്മളെങ്ങനെയാണോ സൂര്യനെ കാണുന്നത്, അതേപോലെ ഭഗവാന്റെ ഉത്തമ ഭക്തർക്ക് വൈകുണ്ഠ ലോകങ്ങൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ലോകത്തേക്ക്, തത് വിഷ്ണോ യത് പരമം പദം, ആ ഒരു പരമപദത്തിലേക്ക് എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്, നമ്മളത് മറന്നുപോയി. അന്നേരം വിധികൾ ഏതായാലും എന്തിനു വേണ്ടി ഇത് നമ്മൾ ചെയ്യുന്നു? ആരാണ് നമ്മൾ? ഭഗവാൻ ആരാണ്? ഭക്തി എന്താണ്? ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാനാ? മറ്റുള്ളവരെ അളക്കാൻ വേണ്ടി ഉള്ള കോലും കൊണ്ട് നടക്കുകയാണോ? അല്ല. നമ്മൾ നമ്മളെ അളക്കുക. ഇതൊക്കെ പഠിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഞാൻ കറക്റ്റായിട്ടാണ് ഫോളോ ചെയ്യുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്ന രീതി കറക്റ്റാണോ, ഇതിൻ്റെ ഉദ്ദേശം കറക്റ്റാണോ, ഉദ്ദേശശുദ്ധി കറക്റ്റാണോ? വലിയ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ ഭക്തർക്കൊരു ബഹുമാനവും ഇല്ല എങ്കിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഭഗവാന്റെ ഭക്തർ. ആരാണ് ഭഗവാന്റെ ഭക്തർ? ഭഗവാന്റെ നാമം ജപിക്കുന്നവർ. ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ച് അവരാണ് ഭക്തർ. അന്നേരം അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ആചാരാനുഷ്ഠാനം കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അന്നേരം ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുക, ഭക്തി എന്താണെന്ന് മനസ്സിലാക്കുക, ഭക്തിയുടെ തത്വങ്ങൾ, ഭക്തിയുടെ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മോഡേൺ സയൻസിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. പക്ഷേ സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എനി സബ്ജക്റ്റ്. ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ, ഒരു ക്രമത്തോടു കൂടി, വളരെ വ്യക്തതയോടു കൂടി, വളരെ ആഴത്തിൽ ഏതൊരു വിഷയത്തെ നമ്മൾ പഠിച്ചാലും അത് വിജ്ഞാനമാണ്. ജ്ഞാനം, വിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. ആഴത്തിൽ ചിന്തിക്കുക, ആഴത്തിൽ ആ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ഒന്നും ചിന്തിക്കാതെ തോന്നുന്ന പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് വിജ്ഞാനം, എന്ത് സയൻസ്?
എന്നാൽ ഇത്രയും വലിയ ഇന്ന് സത്യം പറഞ്ഞാൽ സയൻസ് ഇല്ല, ഇന്ന് ടെക്നോളജി മാത്രമേ ഉള്ളൂ. ടെക്നോളജി എന്തിനു വേണ്ടിയുള്ള ടെക്നോളജി? നമ്മുടെ സുഖ സൗകര്യങ്ങളെ എങ്ങനെ കൂട്ടാം, കംഫർട്ടബിൾ ലൈഫ് എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇന്ന് ടെക്നോളജി പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ ടെക്നോളജിയോട് അഡിക്റ്റഡ് ആകാതെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ചെയ്ത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി ഈ ശരീരത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക, അതാണ് റിയൽ സയൻസ്. ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി ശരീരത്തിൻ്റെ സുഖഭോഗങ്ങളെ കൂട്ടാൻ ശ്രമിക്കാതെ ഈ ശരീരം എന്തായാലും എത്ര വലിയ ഡോക്ടേഴ്സ് ആണെങ്കിലും എത്ര വലിയ ടെക്നോളജി ഉണ്ടായാലും ഈ ശരീരം ഒരിക്കൽ തീരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശരീരത്തിനകത്ത് നിന്നും ഒരിക്കൽ ആത്മാവ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ വൈദിക പുരാണങ്ങളിൽ പരകായ പ്രവേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട്. അന്നേരം ഒരു പക്ഷേ നിർജീവമായിട്ട് കിടക്കുന്ന ആ ശരീരത്തെ പുനർജീവിപ്പിക്കുകയാണെങ്കിലും അതിൽ അതേ ആത്മാവ് തന്നെ വരണമെന്ന് നിർബന്ധമില്ല, വേറൊരു ആത്മാവിൻ്റെ പ്രവേശനമാകാം. ഇനി അതേ ആത്മാവ് തന്നെയാണ് ഇരിക്കുന്നത് എങ്കിലും ഈ ശരീരം ഇതേ അവസ്ഥയിൽ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരീരം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. ശരീരത്തെ നിലനിർത്തണമെങ്കിൽ യോഗികൾ ഭക്ഷണവും കഴിക്കാതെ ഉറങ്ങാതെയും ഇങ്ങനെ ഇരുന്ന് ശരീരത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാം. അന്നേരം വർഷത്തിൻ്റെ കണക്ക് കൂട്ടിക്കിട്ടും. പക്ഷെ ആർക്കും മരണത്തെ ജയിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ചില നടന്മാരുണ്ട്, ഇപ്പോൾ മമ്മൂട്ടി, അദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നു. അതൊരാൾ പറയുന്നത് ആൾ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കും. അതിന് ഒരു ആയുസ്സിൽ മുഴുവൻ കഴിക്കുന്നതിന് പകരം കുറച്ചായിട്ട് കഴിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ആയുസ് നീട്ടിക്കിട്ടൂ. എന്നാലും മരണത്തിൽ നിന്നും പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ആയുസ്സിൽ എത്ര ഭക്ഷണം കഴിക്കണം, എത്ര ഉറങ്ങണം, എത്ര ശരീരത്തെ ഉപയോഗിക്കണം എന്നതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ശ്വാസത്തിന് പോലും ഒരു കണക്കുണ്ട്, എത്ര ശ്വാസം എന്ന്. അന്നേരം യോഗികൾ അവരുടെ ശ്വാസത്തെയും ഇന്ദ്രിയ ആസ്വാദനത്തെയും നിയന്ത്രിച്ച് അവരുടെ ആയുസ്സിനെ നീട്ടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വണ്ടി ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്താവും? അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് നിരർത്ഥകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? വണ്ടി എന്തിനാ കിട്ടിയിരിക്കുന്നത്? വണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അതൊരു ഉപയോഗിക്കാതെ വണ്ടി അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറേ കാലം ഓട്ടിക്കുക എന്ന് പറയുന്നത് നിരർത്ഥകമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. വണ്ടി ഉപയോഗിക്കുന്നിടത്തോളം കാലം വണ്ടിയുടെ ഉപയോഗം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്ര ഉപയോഗിക്കാം അത്രയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെയാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് കുറച്ച് ഉപയോഗിച്ചാലും കൂടുതൽ ഉപയോഗിച്ചാലും പരിമിതിയുണ്ട് ഈ ശരീരത്തിന്, എത്രത്തോളം നമ്മൾ ഉപയോഗിക്കാമെന്ന്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ട് ശരീരത്തിനോടുള്ള ആസക്തികളെ മാറ്റിവെച്ച് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാം, ഭഗവാൻ ആരാണെന്ന് തിരിച്ചറിയാം. ജീവനുള്ള ശരീരത്തിൽ മറ്റൊരു ആത്മാവ് പ്രവേശിക്കുമോ സ്വാമി? പിന്നെന്താ, തീർച്ചയായിട്ടും. നമുക്ക് ഈ ശരീരത്തിൽ കൂടുതൽ നിയന്ത്രണം ഇല്ല എങ്കിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് കൂടുതൽ നിയന്ത്രണം ഇല്ലെങ്കിൽ, നമ്മുടെ മനസ്സ് വളരെ വീക്കാണെങ്കിൽ, why do they need long life, Guru Maharaj? Because they want to live long. They want to enjoy this body. I have controlled my death എന്നൊക്കെ അവർക്കൊരു ഈഗോ ഉണ്ട്. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് യോഗിയും പെർഫെക്റ്റ് അല്ല. ദീർഘായുസ്സുണ്ട്, ഇത്രയും ആയുസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് അല്ല. യോഗി until and unless he becomes a devotee, his life is useless. യോഗി ആയതുകൊണ്ട് വലിയ കാര്യമില്ല. യോഗിയിൽ നിന്നും ഭക്തിയിലേക്ക് മാറണം. ഒരു ഭക്തനാണ് യഥാർത്ഥ യോഗി. യോഗിനാമപി സർവേഷാം മദ്ഗതേ അന്തരാത്മനാം ശ്രദ്ധവാൻ ഭജതേ യോ മാം. അന്നേരം ശ്രദ്ധയോടുകൂടി എൻ്റെ ഭജിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ യോഗി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, 6-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകത്തിൽ. അതുകൊണ്ട് യോഗിയായിട്ട് ഇവിടെ സർക്കസ് കാണിച്ചിട്ടും കാര്യമില്ല. തലകുത്തി നിന്നിട്ടും എന്താ പറയുന്നത്, ശ്വാസം പിടിച്ചു നിർത്തിയിട്ടും ഭക്ഷണവും കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. സോ എന്താണ് ആൾ ഉദ്ദേശിക്കുന്നതെന്ന് ആളിനോട് തന്നെ ചോദിക്കണം. ഞാൻ ഇത്രയും കാലമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, ആര് പറഞ്ഞു കഴിക്കാതിരിക്കാൻ? കഴിച്ചോളൂ. ഞാൻ ഇത്രയും കാലമായിട്ട് ഉറങ്ങിയിട്ടില്ല, ഓക്കെ, ആര് പറഞ്ഞു ഉറങ്ങാതിരിക്കാൻ? ഉറങ്ങിക്കോളൂ. പക്ഷേ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. മറ്റുള്ളവർ ശരീരത്തെ
നിയന്ത്രിക്കുന്നതിനെക്കാട്ടിയും ബെറ്ററായിട്ട് എനിക്ക് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും എന്നതിൽ അഹങ്കരിച്ച് ജീവിക്കുന്നു. അതിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞാൻ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എന്തോ പറയാം, സൂപ്പർ ഹ്യൂമൻ ആണ്, സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് എല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ അംഗീകാരം, അധികാരം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് യൂസ്ലെസ് അല്ലേ? എന്തിനു വേണ്ടി? യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരേ ഒരു നാഥനേ ഉള്ളൂ, അത് ഭഗവാനാണ്. അദ്ദേഹത്തിൻ്റെ അംശമാണ് നമ്മളെല്ലാവരും. അംശം പൂർണ്ണത്തെ തിരിച്ചറിയോ, അംശത്തെ തിരിച്ചറിയോ, അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിനുള്ള വഴിയാണ് ഭക്തിമാർഗം. അന്നേരം വിധികളിൽ മാത്രം പെട്ടുപോകാതെ ഈ വിധികളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്? സംബന്ധം, ഞാനും ഈശ്വരനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി ആ ഈശ്വരൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുക. അതിനു വേണ്ടിയാണ് ഭാഗവത വിധി. ഭാഗവത വിധിയെപ്പോലെ ഈ ലോകത്തിൽ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം പരീക്ഷിത് മഹാരാജാവാണ്. ഇനി ഒരാഴ്ചയേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക എന്ന് ശുകദേവ ഗോസ്വാമിയോട് ചോദിച്ചു. ശുകദേവ ഗോസ്വാമി ആരാണ്? അവധൂതനാണ്, പരമോന്നത അവധൂതൻ. ശരീരത്തെ പോലും വസ്ത്രമായിട്ട് കാണുന്ന വ്യക്തി. അദ്ദേഹം പൂനൂല് പോലും ഇട്ടിട്ടില്ല. വ്യാസമഹർഷി പറയുകയാണ്, മോനെ ഗർഭാധാന സംസ്കാരം കഴിഞ്ഞതിന് ശേഷം, അതായത് കുട്ടി ജനിച്ചതിന് ശേഷം, അതായത് ആദ്യം ഗർഭത്തിൽ ധരിക്കുമ്പോൾ കുറേ സംസ്കാരങ്ങളുണ്ട്, പിന്നെ ജനനത്തിനോടനുബന്ധിച്ച് കുറേ സംസ്കാരങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? സാധാരണ മൃഗങ്ങളെ പോലെ അല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ടാണ് പേരിടിയിൽ ചടങ്ങും ചരട് കെട്ടുന്നതും എന്താ പറയുക അന്നപ്രാശമൊക്കെ അന്നം എന്തോ പറയുന്ന ഭക്ഷണം കൊടുക്കുന്നതും ചോറുണ്ണിപ്പിക്കുന്നതും. അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നിവേദിച്ച ഭക്ഷണം, പ്രസാദം മാത്രം കഴിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എന്തിനു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചോറുണ്ട് കൊടുക്കുന്നു? ഭഗവാൻ നിവേദിച്ച ആ ഭക്ഷണം കഴിച്ചതോടുകൂടി കുട്ടി ശുദ്ധീകരിക്കട്ടെ, ഇനി പ്രസാദം മാത്രം കഴിച്ചാൽ മതി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? മുട്ടയും ചിക്കനും ഒക്കെ കൊടുത്തിട്ട് കുട്ടിയെ കുളമാക്കുന്നു. ജീവിതം തുടങ്ങുന്നത് ശുദ്ധീകരിച്ച ഭക്ഷണം കൊണ്ടാണ്. പക്ഷെ അതിനുശേഷം ആ കുട്ടിയെ തന്നെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സംസ്കാരങ്ങളുടെ എല്ലാ ഉദ്ദേശം സംസ്കാര സമ്പന്നരാക്കുക, നമ്മുടെ ശരീരത്തെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്നാണ്. അന്നേരം രമേശ് ജി പറയുന്നു, അപ്പോൾ വേദത്തിൻ്റെ പ്രസക്തി എന്താണ് സ്വാമി? വേദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. വേദങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ. ഇപ്പോൾ വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വേദിക് സ്റ്റഡീസ് സത്യം പറഞ്ഞാൽ ഇല്ല. ഭാഗവതത്തിലൂടെ വേദങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഭാഗവതം എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ പഴമാണ്. ഒരു മരത്തെ മനസ്സിലാക്കണമെങ്കിൽ പഴം കഴിക്കുക. പഴം കഴിക്കാതെ അതിൻ്റെ വേര് കടിച്ചതുകൊണ്ടോ ഇല കടിച്ചുകൊണ്ടോ പഴം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പഴം കഴിക്കുമ്പോൾ മരം എന്താണെന്ന് മനസ്സിലാവും. പഴം രുചിച്ചു നോക്കാതെ വേരും ഇലയൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് വേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വേദമന്ത്രങ്ങൾ പാരായണം ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇന്നുള്ളൂ. വേദങ്ങളെ ആചരിക്കുന്ന വ്യക്തികളില്ല. ഇനി വേദങ്ങളെ ആചരിക്കുന്നു എന്ന പേരിൽ യജ്ഞഹോമാദികൾ ചെയ്യുന്നു. അതിരാത്രം അങ്ങനെയുള്ള ഓരോ ഹോമങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം അവർ വേദങ്ങൾ മനസ്സിലാക്കിയ വ്യക്തി എന്നല്ല. വേദങ്ങളെ പഠിക്കണോ? ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കൂ, എങ്കിൽ വേദങ്ങൾ മനസ്സിലാവും. ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കാതെ വേദങ്ങൾ മനസ്സിലാക്കി എന്ന് പറയുന്നത് വെറുതെയാണ്. ഇന്ന് കൂടുതലും വേദ പണ്ഡിതന്മാർ എന്ന പേരിൽ അഹങ്കരിച്ച് നടക്കുന്ന വ്യക്തികളാണ് കൂടുതലും. അവർ വേദങ്ങളെ മാത്രം പിടിക്കുന്നു, ഭാഗവത്തെയും ഭഗവത്ഗീതയും തൊടാറില്ല. അവർ വിചാരിക്കുന്ന വേദങ്ങളാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. വേദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വേദങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഗീതയും ഭാഗവത്തിൻ്റെ മുമ്പിൽ വേദങ്ങളൊന്നുമല്ല. ഭാഗവത്തോളം വരത്തില്ല വേദങ്ങളൊന്നും. കാരണം ഈ വേദങ്ങൾ എഴുതിയ വ്യക്തിയാണ് വ്യാസമഹർഷി. അദ്ദേഹം അവസാനമായിട്ട് എഴുതിയ ഗ്രന്ഥം ഭാഗവതമാണ്. അന്നേരം ഭാഗവത്തിൻ്റെ അടുത്ത് പോലും വരത്തില്ല വേദങ്ങൾ. ഭാഗവതവും ഭഗവത്ഗീതയിലൂടെ മാത്രമേ നമുക്ക് വേദങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു, വേദങ്ങൾ ആരിൽ നിന്ന് വരുന്നു? ഭഗവാനിൽ നിന്ന്. വേദങ്ങൾ എഴുതിയത് ഭഗവാനാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർ ജ്ഞാനം അപോഹനം ച വേദേഷു സർവേർ അഹമേവ വേദ്യോ. വേദങ്ങളിലൂടെ അറിയേണ്ടവൻ ഞാനാണ്, എന്നെ അറിയാൻ വേണ്ടിയാണ് വേദങ്ങൾ എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയും. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? വേദേഷു സർവേർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിത് ഏവ ചാഹം.
വേദങ്ങൾ അറിഞ്ഞവൻ ഞാനാണ്, വേദങ്ങൾ എഴുതിയവൻ ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. അന്നേരം നമ്മൾ സനാതനധർമ്മം ആചരിക്കുന്ന വ്യക്തികൾ ഭഗവത്ഗീത ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എപ്പോഴും ഭഗവത്ഗീത കൂട്ടത്തിൽ കൊണ്ട് നടക്കുക. അതിൻ്റെ അർത്ഥം ഭഗവത്ഗീത ബുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കുന്നതല്ല, ആ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും പഠിക്കുക, ആചരിക്കുക ജീവിതത്തിൽ. ഗീതയും ഭാഗവതവും പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗ്രന്ഥവും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിലില്ലാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സാരാംശവും, എന്തിനു വേണ്ടി ഈ പ്രപഞ്ചം വന്നു, നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഈ ഗീതയിലും ഭാഗവത്തിലുണ്ട്. ഗീതയും ഭാഗവതവും ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അറിയാത്തതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് ഭഗവത്ഗീതയും ഭാഗവതവും മാത്രമാണ്. നാരായണീയം ഭാഗവതം തന്നെയാണ്. എല്ലാ പുരാണങ്ങളും ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാഗവതത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റേതെങ്കിലും പുരാണങ്ങളിലോ മറ്റേത് ശാസ്ത്രങ്ങളിലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് ഭാഗവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പറയുന്നതെങ്കിൽ ഭാഗവത്തെ നമ്മൾ ആധികാരികമായിട്ട് എടുക്കുക. കാരണം എന്തുകൊണ്ട്? ഭാഗവതം എന്ന് പറയുന്നത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഗ്രന്ഥമാണ്, അമലപുരാണമാണ്. ഭാഗവതം വ്യാസമഹർഷി എഴുതിയ അവസാനത്തെ ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് നമ്മൾ കലിയുഗ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഗവത്തോളം വരത്തില്ല ഈ ലോകത്തിലെ ഒരു ഗ്രന്ഥവും. എന്തിനേറെ പറയുന്നു, ഭഗവത്ഗീത പോലും. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഭഗവത്ഗീത മനസ്സിലാക്കണോ, ഭാഗവതം വേണം. ഭാഗവതം ഇല്ലാതെ ഭഗവത്ഗീത പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി ഗീതയും ഭാഗവതവും മനസ്സിലാക്കണോ, ആധികാരികമായിട്ടുള്ള ഈ ഒരു വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ മാത്രമേ ഭാഗവതയും ഗീതയും മനസ്സിലാക്കാൻ പറ്റൂ. സ്വാമിജി, ഭാഗവതം ഒന്നിച്ചല്ലാതെ ഓരോ അധ്യായങ്ങളുള്ള ഭാഗവതം ഉണ്ടാവുമോ? അങ്ങനെയുണ്ട്, ഭാഗവതം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഗുരുശിഷ്യ പരമ്പരയിലൂടെ മാത്രമേ ഭാഗവതം പഠിക്കാൻ പറ്റൂ. അല്ല ചുമ്മാ കഥകൾ മാത്രം മനസ്സിലാക്കിയിട്ടും കാര്യമില്ലേ, അതാണൊരു പ്രശ്നം. അതുകൊണ്ട് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഭാഗവതത്തെ മനസ്സിലാക്കുക. ഭാഗവതം മനസ്സിലാക്കണോ, ഭക്തരിലൂടെ കേൾക്കുക. ഭക്തി ഇല്ലാത്തവരിൽ നിന്ന് ഭാഗവതം കേട്ടിട്ട് ഒരു കാര്യമില്ല. ഭക്തരാകണോ, ഒരു ഭക്തി പരമ്പരയിൽ, ഒരു വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്നവരായിരിക്കും ഭാഗവതം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഗീതയും ഭാഗവതവും, ഭാഗവത വിധിയാണ് ഏറ്റവും പരമോന്നത വിധി. വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രക്രിയ, പ്രോസസ്. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പ്രോസസ്? ടു ഗെറ്റ് ബാക്ക് ഹോം, ബാക്ക് ടു ഗോഡ് ഹെഡ്. തിരിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് പോകണം. അതാണ് അതായത് നമ്മൾ വഴിതെറ്റി ഒരിടത്ത് കാട്ടിൽ പെട്ടിരിക്കുകയാണ്. ഇനി എന്താണ് വഴി? ഇവിടുന്ന് രക്ഷപ്പെടുക, അതാണ് വഴി, അതാണ് വിധി. സ്വാമിജി, കലിസന്ധർണ മന്ത്രം ഹരേ രാമ കൊണ്ടല്ലേ തുടങ്ങേണ്ടത്? അത് കലിസന്ധർണ ഉപനിഷത്തിൽ ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ, അത് ഫോളോ ചെയ്യാം, അത് ജപിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്ന മന്ത്രം, അത് ഭഗവാൻ സ്വയം പറഞ്ഞു തന്ന മന്ത്രമാണ്. ഉപനിഷത്ത് മന്ത്രങ്ങൾക്ക് വിധികളുണ്ട്, എപ്പം ജപിക്കണം, എങ്ങനെ ജപിക്കണം. ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഒരു നിയമനിബന്ധനകളുണ്ട്. പക്ഷേ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഭഗവാൻ സ്വയം, ഇതിലും വിധികളില്ല, നിയമനിബന്ധനകളുടെ ആവശ്യമില്ല, എപ്പോഴും എങ്ങനെയും ജപിക്കാം എന്നുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഉത്തമം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വഴിതെറ്റി ഒരു കാട്ടിനകത്ത് പെട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്നതാണ്. അതേപോലെ നമ്മൾ ഈ സംസാര സാഗരമാകുന്ന ഈ ഭൗതിക ലോകത്തിലെ കാട്ടിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ഈ കാട്ടിലെ പ്രശ്നം എന്താണ്? ഒരുപാട് ഹീന മൃഗങ്ങളുണ്ട് നമ്മളെ നശിപ്പിക്കാനായിട്ട്. കാമക്രോധ മോഹ ലോഭ മത മത്സരാദികൾ നമ്മളെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ നമ്മുടെ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് ഈ മൃഗങ്ങളുടെ ഒന്നും അടിമയാകാതെ, മൃഗങ്ങളുടെ ഒരു ഇരയായി മാറാതെ നമ്മൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഭഗവാന്റെ ഭാഗവത വിധി ആചരിക്കുന്നത്. അന്നേരം കാട്ടിൽ പെട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ രക്ഷപ്പെടണം? ഒന്നുകിൽ നദിയിലൂടെ അവിടെ ഏതെങ്കിലും ഒരു നദി ഉണ്ടെങ്കിൽ വള്ളത്തിൽ കയറി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ കയറി പോവുക, അല്ലെങ്കിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ കയറി പോവുക, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വഴി GPS ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അന്നേരം രക്ഷപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലാതെ ഇവിടെ തന്നെ കറങ്ങി കിടക്കുക എന്നതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം.
ഇത് ഓരോരോ വിധികൾ ആചരിച്ച് ആചാരാനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അതായത് മോക്ഷമാണ് ലക്ഷ്യം. ജനന മരണ പ്രക്രിയയിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാക്ഷാൽ ശങ്കരാചാര്യർ പോലും അമ്മയുടെ ശേഷക്രിയയൊക്കെ ചെയ്തതിന് ശേഷം പോകുന്ന സമയത്ത് നോക്കിയപ്പോൾ 80 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ സംസ്കൃത വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ശങ്കരാചാര്യർ പറയുകയാണ്, ഭജഗോവിന്ദം 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 മൂഢമതേ. ഗോവിന്ദനെ ഭജിക്കൂ മൂഢമതേ. എടാ മൂഢ, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? സംസ്കൃത വ്യാകരണമൊന്നും നിന്നെ അവസാന കാലത്ത് രക്ഷപ്പെടുത്തത്തില്ല. നിന്നെ രക്ഷപ്പെടുത്തുന്നത് എന്താണ്? ഭഗവാന്റെ തിരുനാമ ജപം മാത്രം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതകാലേ നഹി നഹി രക്ഷതി ദുരംഗീകാരണേ. അന്നേരം ഈ മരണസമയത്ത് ഈ വ്യാകരണം ഒന്നും നിന്നെ രക്ഷപ്പെടുത്തത്തില്ല. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധി മനസി വിശ്രണം യല്ലഭസേ നിജം കർമ്മോപത്തം വിത്തം തേന വിനോദ്യം ചിത്തം. എടാ മൂഢ, ഈ കാശിനോടുള്ള സമ്പത്തിനോടുള്ള ദാഹമൊക്കെ വിടൂ. എന്നിട്ട് നിന്റെ മനസ്സ് രജോഗുണത്തിൽ നിന്ന് മുക്തനാക്കി സത്യത്തെ അന്വേഷിച്ചു തുടങ്ങൂ. നിനക്ക് എന്താണോ ലഭിക്കുന്നതിൽ അതിൽ സന്തുഷ്ടനായിട്ടിരിക്കൂ. യാവത് വിത്തോപാർജനസക്ത താവൻ നിജ പരിവാരോ രക്ത പാശ്ചാജീവതി ജർജരദേഹേ വാർത്തം കോ അപി ന പൃച്ഛതി ഗേഹേ. എത്രത്തോളം കാലം മനുഷ്യന് കുടുംബത്തിന് വേണ്ടി സ്വത്ത് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുന്നോ, സമ്പത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നോ, അത്രത്തോളം കാലം നിന്റെ ബന്ധുക്കളെല്ലാം നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു ദിവസം ശരീരത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ വൃദ്ധാവസ്ഥയിൽ എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിന്റെ അടുത്ത് ആരും വരത്തില്ല. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായോ ദേഹാപായേ ഭാര്യ ബിഭ്യാതി തസ്മിൻ കായേ. ഒരാൾ ജീവനോട് ഇരിക്കുമ്പോൾ എല്ലാവരും വന്ന് അടുത്തോട് ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ. പക്ഷെ ഒരിക്കൽ പ്രാണവായു ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും ശവമാണെന്ന് പറഞ്ഞ് പേടിച്ച് അവിടുന്ന് ഓടും. ഇത്രയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അതേ ഭാര്യ പോലും ആ ശരീരത്തെ ഉപേക്ഷിക്കും. മാ കുരു ധനജന യൗവനഗർവം ഹരതി നിമേക്ഷാത് കാലം സർവ മായാമയാമിതം അഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. ഈ സമ്പത്തിലോ കൂട്ടുകെട്ടിലോ യൗവനത്തിലോ അഹങ്കരിക്കരുത്. ഒറ്റ നിമിഷം മതി ഇതൊക്കെ നഷ്ടപ്പെടാൻ. എന്ത് സമ്പത്താണെങ്കിലും യൗവനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഇതെല്ലാം ഒറ്റ നിമിഷം കണ്ടു നഷ്ടപ്പെടും. അതുകൊണ്ട് മായയുടെ മോഹനത്തിൽ നിന്ന് നീ പുറത്തു വരൂ. എന്നിട്ട് ആ പരബ്രഹ്മത്തെ അന്വേഷിച്ച് നീ പോകൂ എന്നാണ് പറയുന്നത്. സുരമന്ദിരതരൂമൂലനിവാസ ശയ്യാഭൂതലം അജിനവാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ. ഇവിടെ പറയുന്നു, ആരാണോ ക്ഷേത്രാങ്കണത്തിൽ ഒരു മരത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്, ഭൂമിയെ തന്നെ കിടക്കയായിട്ട് ഉപയോഗിക്കുന്നത്, വസ്ത്രം പോലും മാറ്റിവെച്ച് ഒരു മാൻതോലും ധരിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും ശയ്യ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഒരു ആ ഒരു സുഖ സൗകര്യങ്ങളെയൊക്കെ അതിജീവിച്ച് അതിനോടുള്ള ആസക്തികളെ മാറ്റിവെച്ച് ഈ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. അവർക്ക് ഈ ലോകത്തിൽ ഒരിക്കലും
ദുഃഖമില്ല, അവർ എല്ലാ തരത്തിലുള്ള ആനന്ദത്തിലും ഇരിക്കും. ഭഗവത്ഗീത കിഞ്ചിദാധീത ഗംഗാജലപകണികപീത സകൃതബീയേന മുരാരി സമർച്ച ക്രിയത്തെ തസ്യമേന ചർച്ച. കുറച്ചെങ്കിലും ഭഗവത്ഗീത വായിക്കൂ, കുറച്ചെങ്കിലും ഗംഗാജലം കുടിക്കൂ, എന്നിട്ട് മുരാരിയെ ഭജിക്കൂ. അതുകൊണ്ട് പിന്നെ അവന് യമനെ കാണാണ്ടി വരത്തില്ല എന്നാണ്. കുറച്ച് ഗീത പഠിക്കൂ, കുറച്ച് ഗംഗാജലം കുടിക്കൂ, എന്നിട്ട് ആ മുരാരിയെ പൂജിക്കൂ. അതിലൂടെ നിനക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കും. മരണത്തെ നിനക്ക് ജയിക്കാൻ കഴിയും. പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനി ജഠരേ ശയനം ഇഹ സംസാര ബഹുദുസ്താരേ കൃപയാ പാരെ പാഹി മുരാരേ. വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു, വീണ്ടും അമ്മയുടെ ഗർഭത്തിൽ പോകുന്നു. ഇതെല്ലാം സംസാര ചക്രമാണ്, വളരെ ദുഷ്കരമായിട്ടുള്ള സംസാര ചക്രമാണ്. അതുകൊണ്ട് മുരാരി, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കൂ. ഗേയം ഗീതാനാമ സഹസ്രം ദേയം ശ്രീപതി രൂപമജസ്ത്രം നേയം സഞ്ജന സംഗേ ചിത്തം ദേയി ദീനജനായ ച ചിത്തം. മുടങ്ങാതെ ഗീത പഠിച്ചുകൊണ്ടേയിരിക്കുക. സാക്ഷാൽ ശ്രീപതിയായ വിഷ്ണുവിനെ, ഭഗവാനെ ധ്യാനിക്കുക ഹൃദയത്തിൽ. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ജപിക്കുക. ആയിരക്കണക്കിന് നാമങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ആ നാമങ്ങളൊക്കെ ജപിക്കുക. എന്നിട്ട് എപ്പോഴും തീർത്ഥസ്ഥലങ്ങളിൽ സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുക. എന്നിട്ട് നിനക്ക് അമിതമായിട്ട് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉപജീവനത്തിൽ കൂടുതൽ ലഭിച്ചതെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുക. പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള വ്യക്തികൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക. അർത്ഥമനർത്ഥം ഭാവയാ നിത്യം നാസ്തി തഥാ സുഖലേശ സത്യം പുത്രതാ ധനഭാജം ഭീതി സർവത്രൈ സഭീതരിതി. എപ്പോഴും ആലോചിക്കുക, സമ്പത്തെന്നും നിർഭാഗ്യത്തെ കൊണ്ടുവരും. സത്യം എന്ന് പറഞ്ഞാൽ സമ്പത്തിലൂടെ ഒരിക്കലും നമുക്ക് സുഖത്തിൽ കഴിയാൻ കഴിയില്ല. ഒരു സമ്പന്നനായിട്ടുള്ള വ്യക്തികൾക്ക് എപ്പോഴും ഭയമായിരിക്കും, സ്വന്തം മകനെ പോലും ഭയമായിരിക്കും. ഇത് തന്നെയാണ് സമ്പത്തിലൂടെ എപ്പോഴും ഭയത്തെ മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ. സമ്പത്തിലൂടെ ഒരിക്കലും നമുക്ക് സുഖമോ സന്തോഷമോ സംതൃപ്തിയോ ഒരു അംശം പോലും നമുക്ക് ലഭിക്കത്തില്ല. ഗുരു ചരണാംബുജ നിർഭര ഭക്ത സംസാരാത് അചിരാത് ഭവമുക്ത സേന്ദീയ മാനസ നിയമാ ദൈവം ദ്രക്ഷ്യസി നിജം ഹൃദയസ്തവ ദൈവം. അതുകൊണ്ട് എപ്പോഴും ഗുരുവിൻ്റെ തൃപ്പാദങ്ങളെ മുറുകെ പിടിക്കുക. എന്നിട്ട് ഈ സംസാര ചക്രത്തിൽ നിന്നും രക്ഷപ്പെടുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. അതിലൂടെ നീ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഒരു ദിവസം കാണും. ശങ്കരാചാര്യർ കീ ജയ്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിത കാലേ നഹി നഹി രക്ഷതി ദുഃഖീകർണേ. അന്നേരം വിനാശകാലത്ത് മരണം മുന്നിൽ വരുമ്പോൾ ഈ വ്യാകരണം ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല. നീ എത്ര ഗോവിന്ദൻ്റെ നാമം ഭജിച്ചുവോ അത് മാത്രമേ നിന്നെ രക്ഷിക്കൂ. അതുകൊണ്ട് മൂഢമതേ ഗോവിന്ദൻ്റെ നാമം ഭജിക്കൂ എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവിധ കർമ്മങ്ങളൊക്കെ നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടും ഈ ലോകത്തിൽ ഒന്നും രക്ഷയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇന്നത്തെ ഈ സത്സംഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് നാരായണീയത്തിൽ കാണാൻ ശ്രമിക്കാം. ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഭാഗവതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഉദ്ധവർ ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ഭഗവാൻ ഭാഗവതം ഇതിനു മുമ്പേ ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അന്നേരം ഉദ്ധവരും പറയുന്നത് എന്താണ്? ആ ഭാഗവതം എനിക്കും പറഞ്ഞു നൽകുമെന്നാണ്. അന്നേരം എന്താണ് ഈ ഭാഗവതം? അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്നത്തെ സത്സംഗത്തിലെ പ്രധാന ഉദ്ദേശം ഭാഗവതം എന്താണ്? ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താണ്? സംബന്ധ ആഭിധേയ പ്രയോജനം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം സംബന്ധ ആഭിധേയ പ്രയോജനമാണ്.
സംബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ ആരാണ്, നമ്മളാരാണ്. ആഭിധേയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംബന്ധത്തെ വീണ്ടും പുനർജാഗൃതമാക്കാനുള്ള വഴികൾ, ഭക്തി. ഇനി പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വഴി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തേണ്ടത്? തിരിച്ചു ഭഗവാന്റെ സന്നിധിയിലേക്ക്. അന്നേരം ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കൂ, ഭക്തി എന്താണെന്ന് മനസ്സിലാക്കൂ. ആ ഭക്തിയിലൂടെ നമ്മൾ ഉത്തമ ഭക്തരായി മാറും. നമ്മൾ ഭക്തരാകുന്നതിനനുസരിച്ച് നമ്മുടെ ഭക്തിയുടെ മാറ്റം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ഭക്തിയുടെ ക്വാളിറ്റി വർദ്ധിക്കും. ഭക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച്, ഭക്തി പരിശുദ്ധമായി കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഭഗവാനെ നമ്മൾ നേരിട്ട് കാണും. നമ്മുടെ ഭക്തിയുടെ ആ ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകും. ആ പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ ഭഗവാനെ നമ്മൾ നേരിട്ട് കാണും. അന്നേരം വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മൾ ഭൗതിക ലോകത്തിൽ വന്നു പെട്ടു, ഒരു കാട്ടിൽ പെട്ട് കിടക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവുക എന്നതാണ്. അതിനുള്ള വഴി ഭക്തി. അതിനു വേണ്ടിയാണ് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും. ഇതാണ് ജീവഗോസ്വാമി പാദ് പറയുന്നത്, സ്മാർത്തവ്യ സതതം വിഷ്ണു വിസ്മാർത്തവ്യം ന ജാതുചിത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിധികളുടെയും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, സ്മാർത്തവ്യ സതതം വിഷ്ണു. എപ്പോഴും വിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. വിസ്മാർത്തവ്യം ന ജാതുചിത്. അദ്ദേഹത്തെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക, എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഹോമം ചെയ്യുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതും അദ്ദേഹത്തെ സ്മരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തെ സ്മരിക്കാതെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഭാഗവത വിധി ഇല്ലാതെ തന്ത്രവിധിയാണെങ്കിലും പാഞ്ചരാത്രിക വിധിയാണെങ്കിലും അപൂർണമാണ്. ഒരു അർച്ചന ചെയ്യണമെങ്കിലും അതിൽ ഭഗവാന്റെ അഷ്ടോത്തര നാമങ്ങൾ ജപിക്കണം. ഇതം കൃഷ്ണ ഇതം ന മമ, ഇതം ഗോവിന്ദ ഇതം ന മമ, ഇതം നാരായണ ഇതം ന മമ. ഇത് നാരായണൻ്റെയാണ്, ഇതെൻ്റേതല്ല. ഇത് കൃഷ്ണൻ്റെയാണ്, ഇതെൻ്റേതല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഏതൊരു അർച്ചനയും. എല്ലാ ഹോമങ്ങളും, എല്ലാ കലശപൂജയാണെങ്കിലും കലശാഭിഷേകമാണെങ്കിലും എല്ലാം ഭഗവാന് വേണ്ടിയാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ ഭഗവാനെ മറന്നിട്ടുള്ള ഒരു ജീവിതം ഒരിക്കലും നമ്മളെ സഹായിക്കത്തില്ല. അതാണ് ഇന്നത്തെ ഈ സത്സംഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് നാരായണത്തിൽ കാണാം. നമുക്ക് ഇന്ന് ഈ നിമിഷം ആ ഗുരുതത്വത്തെ നമസ്കരിക്കാം. ശങ്കരാചാര്യരിലൂടെയും മധ്വാചാര്യരിലൂടെയും വിഷ്ണുസ്വാമിയിലൂടെയും രാമാനുജാചാര്യരിലൂടെയും സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു ഗോസ്വാമിമാരിലൂടെയും മധ്വേന്ദ്രപുരി, ഈശ്വരപുരി, ആ ഒരു ആചാര്യ പരമ്പര, ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ്, श्रील भक्ति विनोद ठाकुर जी, गौर किशोर दास बाबा जी महाराज, श्रील भक्ति सिद्धांत सरस्वती ठाकुर, श्रील प्रभुपाद जी ഗുരു മഹാരാജ്, ശ്രീ ജയപതാക സ്വാമി ഗുരു മഹാരാജ്, ഇങ്ങനെയുള്ള ആചാര്യന്മാരിലൂടെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി നമുക്ക് തുറന്നു കിട്ടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കാട്ടിൽ പെട്ടുപോകും. ഇവിടെ എല്ലാം ചുറ്റുമുള്ളതെല്ലാം ഹീനമൃഗങ്ങളാണ്. നമ്മളെ രക്തം കുടിക്കാനും നമ്മളെ മാംസം ഭക്ഷിക്കാനും വേണ്ടി നടക്കുന്ന മൃഗങ്ങളാണ് നമ്മളെ ചുറ്റുമുള്ളത്. എല്ലാവരും ഈ കാട്ടിൽ പെട്ടുപോയിരിക്കാം. ഒരുപാട് ഹിംസമൃഗങ്ങളുണ്ട്. ഈ ഹിംസമൃഗങ്ങളെല്ലാം നമ്മളെ തക്കം നോക്കി നടക്കുകയാണ്, നമ്മളെ നശിപ്പിക്കാനായിട്ട്. അന്നേരം അതിൽ നിന്നും ആ ഹിംസമൃഗങ്ങളൊക്കെ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ദുഷിച്ച ആഗ്രഹങ്ങൾ, കാമക്രോധ മോഹലോഭ മതമത്സരാദികൾ നമ്മുടെ ആത്മീയ അസ്തിത്വത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കാം. അന്നേരം ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഭഗവാന്റെ ലോകത്ത് പോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. ഇത് നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് നാരായണീയത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ പരമോന്നത പദവിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.